يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പടപ്പനാൽ എന്ന പ്രദേശത്തെ ഏറെ ബഹുമാന്യരായ നാട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ നേരത്തെ മഴ എന്ന ഒരു പ്രതികൂല സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് അനുകൂലമാക്കി തീർന്നിരിക്കുകയാണ്. ആദ്യമായി അല്ലാഹു തആലയോട് അടങ്ങാത്ത ഹംദ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം പറയുകയാണ്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിലും വളരെ താല്പര്യത്തോടുകൂടി ഈ നാട്ടിലെ നല്ലവരായ നമ്മുടെ ചില സഹോദരങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി അവരുടെ അധ്വാനവും സമ്പത്തുമെല്ലാം വിനിയോഗിച്ചത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം അത്രമേൽ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം? എന്താണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് വ്യത്യസ്ത ദിക്കുകളിൽ നിന്നും വീക്ഷിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാകാം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും പടച്ചിട്ടുള്ളത്, ആ ലക്ഷ്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ്. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകങ്ങളുടെ സൃഷ്ടാവ്, ഈ കാണുന്ന ആകാശവും നാം ഈ വസിക്കുന്ന ഭൂമിയും, നാളെ നാം മരണപ്പെട്ടു പോയാൽ പരലോകവും അവിടെ സ്വർഗവും നരകവുമെല്ലാം പടച്ചിട്ടുള്ളത് ആ ലക്ഷ്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യരെ പടച്ചതിന്റെ ലക്ഷ്യം വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ദാരിയാത്ത് എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഇപ്രകാരമാണ്: വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം പടച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, അവർ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലാതെ. അവരുടെ ആരാധനകളെല്ലാം തന്നെ ലോകങ്ങളെ പടച്ച, അതിനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ ഒരേ ഒരു ദൈവത്തിന്, ആ ഒരേ ഒരു സൃഷ്ടാവിന് അവർ കീഴൊതുങ്ങുന്നതിന് വേണ്ടിയിട്ടല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നാം ആ ലക്ഷ്യം പരിശോധിച്ചാൽ ഈ ലക്ഷ്യത്തിൽ നിന്നും വളരെ വളരെ അകന്നു ജീവിക്കുകയാണ് വലിയൊരു ഭാഗം ജനങ്ങളും. ചില ആളുകൾ ഈ ലോകത്തിന് ഇങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേത് ആസ്വദിച്ചിട്ട് അങ്ങനെ ഒരു സൃഷ്ടാവ് തന്നെ ഇല്ല എന്നുള്ള ധിക്കാരഭാഷ്യത്തിന്റെ ആളുകളാണ്. വേറെ ചിലർ നമ്മെ പടക്കുകയും പരിപാലിക്കുകയും ചെയ്ത ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാറ്റി നിർത്തിക്കൊണ്ട് ദുർബലരായ അവരെ പോലെ തന്നെ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 9-10 മാസം അങ്ങനെ കഴിഞ്ഞുകൂടി പിന്നീട് പുറത്തേക്ക് വന്ന മനുഷ്യരെ, ദുർബലരായ മനുഷ്യരെ, അവരോട് അവരുടെ പ്രയാസങ്ങളും അവരോട് അവരുടെ വേവലാതികളും
അപേക്ഷിക്കുന്ന ആളുകളാണ്. മുസ്ലിം ഉമ്മത്ത് തന്നെ സഹോദരങ്ങളെ പല കക്ഷികളായി ഈ അടിസ്ഥാനപരമായ ജീവിത ലക്ഷ്യത്തിന്റെ വിഷയത്തിൽ ഭിന്നിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഈ രൂപത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാകുമെന്നുള്ളത് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന യഹൂദർ 71 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ശേഷം വന്ന നസ്രാനികൾ 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് പറഞ്ഞത് ഈ ഉമ്മത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിട്ടേച്ചു പോകുന്ന ഈ ഉമ്മത്ത്, ഈ മുസ്ലിം ജനത അലാ 73 ഫിർഖ 73 കക്ഷികളായി തീരുക തന്നെ ചെയ്യും. അഥവാ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ ഈ കാണുന്ന രൂപത്തിൽ വ്യത്യസ്ത കക്ഷികളായി തീരുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട, അതല്ലെങ്കിൽ അവന്റെ തീരുമാനങ്ങളിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ പ്രത്യേകമായ വേവലാതികളോ പ്രത്യേകമായ ബുദ്ധിമുട്ടുകളോ വിചാരിച്ചിട്ട് കാര്യമില്ല. അത് അല്ലാഹുവിന്റെ പ്രാപഞ്ചിക നിയമങ്ങളിൽപ്പെട്ടതാണ് ഈ ഉമ്മത്ത് ഈ രൂപത്തിലുള്ള വ്യത്യസ്ത കക്ഷികളായി തീരണമെന്നുള്ളത്. കാരണം അത് ജനങ്ങൾ അപ്രകാരം അജ്ഞതയിലും അപ്രകാരം അവിവേകത്തിലുമായി തീരുകയും അവരിങ്ങനെ കക്ഷികളായി തീരുകയും ചെയ്യുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അത് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ 1400 വർഷം മുമ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അന്ന് മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ട. പക്ഷെ പിന്നീട് അതാ വ്യത്യസ്ത കക്ഷികളായി വേർതിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുല്ലുഹാ ഫിന്നാർ, ഈ പറയുന്ന കക്ഷികളെല്ലാം തന്നെ നരകത്തിലാണ്, ഇല്ലാ വാഹിദ, എന്നാൽ ഒരു കക്ഷി ഒഴികെ, ഒരു വിഭാഗം ഒഴികെ അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ബാക്കിയുള്ള മുഴുവൻ കക്ഷികളും നരകത്തിന്റെ വഴിയിലേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ കാര്യം ഗൗരവമാണ്. എല്ലാം തെറ്റാണ്, ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിൽ വിജയിക്കുന്ന ഒരു കക്ഷിയുണ്ട്. അതല്ലെങ്കിൽ എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. അവിടുന്ന് പറഞ്ഞത് 72 കക്ഷികളും നരകത്തിലേക്കുള്ള വഴിയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരു വിഭാഗം സ്വർഗത്തിന്റെ വഴിയാണ് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന വിഷയമാണിത്. നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന വളരെ ഗൗരവമുള്ള വിഷയമാണത്. ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തെ കുറിച്ചും അറിയിച്ചു വന്നിട്ടുണ്ട്. ശരിയുടെ മാർഗം ഏതാണെന്ന് അറിയിച്ചു വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, സ്വഹാബികൾ ചോദിച്ചപ്പോൾ മൻ ഹിയ യാ റസൂലല്ലാഹ്, ആ വിജയിക്കുന്ന കക്ഷി ആരാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാന അല മിസ്ലി മാ അന അലൈഹി വഅസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു മാർഗത്തിലാണോ ഉള്ളത് ആ മാർഗം തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവരാണ് വിജയിച്ച കക്ഷികൾ. ഞാനും എന്റെ സ്വഹാബികളും ഏത് വിശ്വാസമാണ് വെച്ചു പുലർത്തിയിട്ടുള്ളത് ആ വിശ്വാസം സ്വീകരിക്കുന്നവരാണ് വിജയിച്ച ആളുകൾ. ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു ആചാര അനുഷ്ഠാന കർമ്മങ്ങളാണോ പാലിച്ചു പോന്നിട്ടുള്ളത് അതിനെ പിന്തുടരുന്ന ആളുകളാണ് ആ വിജയിച്ച ആളുകൾ എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈദാ എന്ന, നിങ്ങളെ തെളിമയാർന്ന ഒരു പാതയിലാണ് വിട്ടേച്ചു പോയിട്ടുള്ളത് എന്ന, ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാവ് തന്നെ പകൽ പോലെ വെട്ടിത്തിളങ്ങുന്നതാണ്. അതിൽ അവ്യക്തതകളില്ല. ഇന്നീ കാണുന്നത് ഒരുപാട് കക്ഷികളായി തീർന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നാം പഠിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അതിൽ യഥാർത്ഥത്തിൽ അവ്യക്തകളൊന്നുമില്ല. രാവ് അത് തന്നെ പകൽ പോലെ വെളിച്ചം പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞത് ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, എനിക്ക് ശേഷം ഈ തെളിമയാർന്ന വഴിയെ ഉപേക്ഷിച്ചുകൊണ്ട് നശിച്ചു പോകുന്നത് അതങ്ങേയറ്റം നാശം ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ മാത്രമാണ്, അവൻ മാത്രമാണ് തെറ്റിപ്പോകുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ശരിയുടെ മാർഗമേതാണ്, സത്യത്തിന്റെ മാർഗമേതാണെന്ന് നാം പഠിക്കേണ്ടതുണ്ട്. അതല്ലാതെ നമ്മുടെ കാരണവന്മാരെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ പിതാക്കന്മാർ
പൂർവ്വ പിതാക്കന്മാരൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ശരിയുടെ വഴി തെരഞ്ഞെടുക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളത് നാം ഒരിക്കലും തീരുമാനിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ പിഴച്ചു പോകാനുള്ള കാരണം അത് തന്നെയായിരുന്നു എന്ന് ഖുർആനിലൂടെ വളരെ വ്യക്തമായി നമ്മോട് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ കാര്യത്തിലേക്ക് മടങ്ങൂ, അതിനെ പിൻപറ്റുമെന്ന് മക്കയിൽ ഉണ്ടായിരുന്ന ആ മുശ്രിക്കുകളോട് പറഞ്ഞാൽ അവർ പറയാനുണ്ടായിരുന്ന ന്യായം, സത്യത്തിലേക്ക് വരാതിരിക്കാനുള്ള ന്യായം അവർ പറയുന്നത്, ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅന, നമ്മുടെ പിതാക്കൾ ഏതൊരു മാർഗത്തിലാണോ നിലകൊണ്ടിട്ടുള്ളത് ആ മാർഗം ഞങ്ങൾ പിൻപറ്റിക്കൊള്ളാം. നിങ്ങൾ ഈ പറയുന്ന പുതിയ മാർഗമൊന്നും നമുക്ക് വേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഇത് പുതിയതല്ല. നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ആശയമൊന്നും നമുക്ക് വേണ്ടതില്ല എന്നാണ് അവർ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പൂർവ്വ പിതാക്കളുടെ മാതൃക സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നത്, അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പൂർവ്വ പിതാക്കൾ അവർ യഥാവിധം ചിന്തിച്ചു മനസ്സിലാക്കാത്തവരായിരുന്നെങ്കിലും, അവർ യഥാവിധം ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വഴി തെരഞ്ഞെടുക്കാത്തവരായിരുന്നെങ്കിലും നിങ്ങൾ അവരെ തന്നെ പിൻപറ്റുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതോരോ മുസ്ലിമും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ പൂർവ്വപിതാക്കൾ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാനും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നുണ്ടോ? നീ പഠിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിലുള്ള ആശയം എന്താണ്, യഥാർത്ഥ ഹിദായത്തിന്റെ മാർഗം ഏതാണെന്ന് നാം പഠിക്കേണ്ടതുണ്ട്. നാം ദിനേന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൂറത്തുൽ ഫാത്തിഹയിൽ ഏറ്റവും കുറഞ്ഞത് 17 പ്രാവശ്യമെങ്കിലും നമ്മൾ 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങളിൽ നാം ഹിദായത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ നീ എന്നെ സിറാത്തൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഉത്തരവും നാമാണ് പറയുന്നത്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് പറയുന്നുണ്ട്. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉടനെ വിശ്വസിച്ച സിദ്ദീഖീങ്ങളുടെ, സത്യസന്ധന്മാരുടെ മാർഗമാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ മാർഗമാണ്. ശുഹദാക്കളുടെ മാർഗമാണ്. അല്ലാഹുവിന് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുള്ള ശുഹദാക്കളുടെ മാർഗമാണ്. സ്വാലിഹീങ്ങളായ നമ്മുടെ സഹാബത്തിന്റെ മാർഗമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വിഷയം, ഓരോ വിഷയവും നാം അത് പഠിച്ചു മനസ്സിലാക്കേണ്ടത്. ഇന്ന് വ്യത്യസ്ത കക്ഷികളായി മുസ്ലിം ഉമ്മത്ത് പിരിഞ്ഞിരിക്കുമ്പോൾ, അവരങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ നടത്തുമ്പോൾ, ശരിയായ വഴി എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ അന്നുണ്ടായിരുന്ന ആ മാർഗമാണ്. അവിടുത്തെ സ്വഹാബത്ത് വിശ്വസിച്ചു പോന്ന അന്നുണ്ടായിട്ടുള്ള ആ മാർഗമാണ്. ആ പരമപ്രധാനമായ ആ മാർഗത്തിൽ അതിലേറ്റവും അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട തൗഹീദ് എന്നുള്ള വിഷയമാണ് സഹോദരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ ഖുർആൻ എന്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഈ വിഷയത്തിൽ എന്ത് പറയുന്നു, നമ്മുടെ മുൻഗാമികൾ എന്തു പറയുന്നു എന്നുള്ളത് മുൻധാരണയില്ലാതെ, ഞാൻ ഇന്ന സംഘടനയുടെ ആളാണ്, ഞാൻ ഇന്ന് മുസ്ലിം ജമാഅത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ് എന്നതെല്ലാം നിങ്ങൾ മാറ്റിവെച്ചേക്കൂ. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവായ കൊണ്ട് എന്താണ് നമ്മളോട് അരുളിയിട്ടുള്ളത്, ഹദീസുകളിൽ എന്താണുള്ളത്, നമ്മുടെ മുൻഗാമികൾ ഏതൊരു മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പഠിച്ചു മനസ്സിലാക്കുകയും അത് ഞാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുമെന്നുള്ളത് ഓരോരുത്തരും ഉറപ്പിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, ഓ മുസ്ലിം ഉമ്മത്തെ, നിങ്ങൾ വല്ല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലേക്കും മടക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലേക്കും മടക്കണം. അല്ലാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ മടക്കണം. 2 കക്ഷികൾ തമ്മിൽ തർക്കത്തിലാണ്. അവർ പറയുന്നു ഇത് ശരിയല്ല, ഇതാണ് ശരി എന്ന തർക്കം വന്നാൽ എവിടേക്കാണ് മടക്കേണ്ടത്? എങ്ങനെയാണ് ആ വിഷയത്തിന്റെ ശരി കണ്ടുപിടിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫറുദ്ദൂഹു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണം. അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ സംസാരമായ ഖുർആനിലൂടെ ബാക്കിയുണ്ട്, അതിലേക്ക് നിങ്ങൾ മടങ്ങണം. വറസൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ തീർപ്പ് പറഞ്ഞിട്ടുണ്ടാകും, അതിലേക്ക് നിങ്ങൾ മടങ്ങണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലേക്ക് മടങ്ങേണ്ടവരാണ്. മറ്റ് ന്യായങ്ങൾ നിങ്ങൾ പറയാൻ പാടില്ല. ദാലിക ഖൈറു വഅഹ്സനു തഅ്വീല, അതാണ് അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിശദീകരണം നിങ്ങൾക്ക് അവിടെയാണ് ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്.
അതുകൊണ്ട് സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങൾ അതുണ്ടാകുന്ന സമയത്ത് മുൻധാരണയില്ലാതെ ഈ പറയുന്ന വാചകങ്ങളിൽ അള്ളാഹുവിന്റെ കിതാബിനോട് യോജിക്കുന്ന കാര്യമാണെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുന്ന കാര്യമാണെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വഹാബികൾ അവരെങ്ങനെയാണ് ഈ വിഷയത്തിലെല്ലാം വിശ്വസിക്കുകയും അവർ അമലുകൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതും പറഞ്ഞിട്ടുണ്ട്, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ ഈ ഖുർആൻ ഇറങ്ങുന്ന സമയത്തുണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബികളാണ്. അവരെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ബാക്കിയുള്ള ആളുകളും അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം വിശ്വസിച്ച സ്വഹാബികളും വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗത്തിന്റെ വഴിയെത്തിയിരിക്കുകയാണ്. വഇൻ തവല്ലൗ, ആ സ്വഹാബികളുടെ മാർഗം ഒഴിവാക്കിക്കൊണ്ട് പിൽക്കാലത്ത് ആരോ കെട്ടിയുണ്ടാക്കിയ വിശ്വാസ ആചാര കർമ്മങ്ങൾ ആരെങ്കിലും പിൻപറ്റുകയാണെങ്കിൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ കേവല കക്ഷി മത്സരത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി സഹോദരങ്ങളെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയങ്ങളിൽ സ്വഹാബികളുടെ മാർഗം സ്വീകരിക്കണമെന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതൊന്നും മുസ്ലിം ഉമ്മത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമേ അല്ല. അവരുടെ ദീനിന്റെ തെളിവുകൾ സ്വീകരിക്കേണ്ടത് അത് അല്ലാഹുവിന്റെ കിതാബിലാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്നാണെന്നും സ്വഹാബികളുടെ വാക്കുകളിൽ നിന്നാണെന്നും അവരുടെ പ്രവൃത്തികളിൽ നിന്നാണെന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസം കിടക്കുന്നത് എവിടെയാണ്? കേവല അവകാശവാദങ്ങളുമായി ചിലർ വരുമ്പോഴാണ്. ഞങ്ങളാണ് സുന്നത്തു ജമാഅത്തിന്റെ ആളുകളെന്ന് പറയുകയും എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോ സ്വഹാബികളുടെ മാർഗമായ ജമാഅത്തോ അവരിൽ കാണാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് സഹോദരങ്ങളെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വിശിഷ്ട ഈ തൗഹീദിന്റെ വിഷയം അത് സ്വഹാബികൾ എങ്ങനെ വിശ്വസിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമുക്ക് പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ കിതാബിൽ ഈ തൗഹീദിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്, ഈ വിഷയം മാത്രമാണ് സഹോദരങ്ങളെ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് തൗഹീദ് എന്ന് പറയുന്നത്? അല്ലെ, തൗഹീദിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഈ പ്രഭാഷണത്തിന്റെ തലക്കെട്ട് തന്നെ. എന്താണ് തൗഹീദ് എന്ന് പറയുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇഫ്റാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് അവന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നീ വിശ്വസിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അത് അല്ലാഹു തആലക്ക് മാത്രമേ നൽകാവൂ എന്ന് നീ വിശ്വസിക്കലാണ്. അഥവാ അള്ളാഹുവിന് മാത്രമുള്ള ചില അവകാശങ്ങളും അള്ളാഹുവിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളും മറ്റൊരാൾക്കും പങ്കില്ല എന്ന് നീ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് അത് അള്ളാഹുവിന് മാത്രം നൽകണം. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഏതൊക്കെയാണ് തൗഹീദിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ? സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാക്കേണ്ട, അവനെ തൗഹീദിൽ അധിഷ്ഠിതമായി ആരാധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്, വിശ്വസിക്കേണ്ട 3 രീതിയിലുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് 3 കാര്യങ്ങളിൽ നീ അല്ലാഹുവിനെ ഏകനാക്കേണ്ടതുണ്ട്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിൽ അവൻ ഏകനാണെന്ന് നീ വിശ്വസിക്കണം. എന്താണ് അല്ലാഹുവിന്റെ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ? ഈ കാണുന്ന ആകാശഭൂമികളും അതുപോലെ തന്നെ സമുദ്രങ്ങളും ഇതിലുള്ള മൃഗങ്ങളും മനുഷ്യരും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പടച്ചത്. അവരെല്ലാം നിയന്ത്രിക്കുന്നത്, അവരെല്ലാം പരിപാലിക്കുന്നത് അത് അല്ലാഹു ആണെന്ന് നീ വിശ്വസിക്കലാണ്. അതൊന്നും വെറുതെ ഉണ്ടായതല്ല. ഏതെങ്കിലുമൊക്കെ 2 ഗോളങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട് ഉണ്ടായതല്ല ഇത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിസ്ഫോടനത്തിലൂടെ ഇത്ര കൃത്യമായ സൃഷ്ടി വൈവിധ്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ഇതിനെല്ലാം പടച്ച ഒരു സൃഷ്ടാവുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അവനാണെല്ലാം നിയന്ത്രിക്കുന്നത്, അവനാണ് എല്ലാത്തിനെയും പരിപാലിക്കുന്നത്. അത് ഈ ആകാശഭൂമികളെ പടച്ച ഒരുവൻ, അവന്റെ പേരാണ് അല്ലാഹു, അവനാണെന്ന് വിശ്വസിക്കലാണ് സഹോദരങ്ങളെ തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. അതിൽ മറ്റൊരാൾക്കും പങ്കില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം തൗഹീദുൽ ഉലൂഹിയ്യ എന്നുള്ളതാണ്. ഈ ആകാശഭൂമികളെല്ലാം പടച്ച് നിയന്ത്രിച്ചു പരിപാലിക്കുന്ന ആ റബ്ബിന് മാത്രമേ നിന്റെ ആരാധനാ കർമ്മങ്ങൾ മുഴുവനും നീ അർപ്പിക്കാവൂ എന്നുള്ളതാണ്.
നിന്റെ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, നിന്റെ പ്രാർത്ഥനകളാകട്ടെ, സഹായഘട്ടങ്ങളാകട്ടെ, മുഴുവൻ കാര്യങ്ങളും ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നീ നൽകാവൂ. അതിൽ മറ്റൊരാൾക്കും നീ പങ്കുചേർക്കാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് സത്യത്തിന്റെ മാർഗം കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞയച്ച നബിമാരോട് പോലും പാടില്ല. അതുപോലെ ആ ദീനനുസരിച്ച് ജീവിക്കുന്ന സാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാരോട് പാടില്ല. പുണ്യപുരുഷന്മാരോടോ അമ്പിയാക്കളോടോ മലക്കുകളോടോ ജിന്നുകളോടോ ഒരാളോടും നിന്റെ ആരാധന കർമ്മങ്ങളിൽ ഒന്നും നിനക്ക് നൽകാൻ അവകാശമില്ല. ആകാശഭൂമികളെ പടച്ച അല്ലാഹുവിന് മാത്രം നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടികളോട് നിങ്ങൾ ആരാധന ചെയ്യാൻ പാടില്ല. പ്രാർത്ഥിക്കാനും സഹായം തേടാനും ആകാശഭൂമികളെ അടക്കി ഭരിക്കുന്ന അല്ലാഹുവിനോട് മാത്രമേ നിങ്ങൾ തേടാവൂ എന്ന വിശ്വാസമാണ് സഹോദരങ്ങളെ തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് ഉന്നതമായ നാമവിശേഷ ഗുണങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൽ അല്ലാഹുവിനെ പോലെ മറ്റൊരാളും ഇല്ല എന്ന് നീ വിശ്വസിക്കല. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, വിശാലമായ കാരുണ്യമുള്ളവനാണ്. അങ്ങനെ വിശാലമായ കാരുണ്യമുള്ള ആ കാരുണ്യം അടിമകളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ മറ്റൊരാളും ഈ ലോകത്തില്ല. ഇത് നീ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് അത് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് മുവഹിദുകൾ. ഈ വിഷയത്തിൽ സഹോദരങ്ങളെ ശരിയുടെ മാർഗം തിരഞ്ഞെടുത്ത ആളുകൾ നമ്മളാണ്. ഒരുപക്ഷെ ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിം ഉമ്മത്ത് നേരിടുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു തൗഹീദ് എന്ന് പറയുന്ന വിഷയമായി ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം. സഹോദരങ്ങൾ, തീർച്ചയായും മുസ്ലിം ഉമ്മത്ത് ലോകത്ത് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ അതിന് പരിഹാരം വേണ്ടതുണ്ട്. അത് യാതൊരു സംശയവുമില്ല. മുസ്ലിം ഉമ്മത്ത് പലയിടത്തും പ്രയാസപ്പെടുന്നുണ്ട്, അവരുടെ അന്യായം ചെയ്യപ്പെടുന്നുണ്ട്, ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ക്രൂരമായി പട്ടിണി പാവങ്ങളായി കഴിയേണ്ടി വരികയും ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്തിന് അതിനെല്ലാം സഹോദരങ്ങളെ പരിഹാരം ആവശ്യമുള്ളത് തന്നെയാണ്. തീർച്ചയായും സംശയമില്ല. നാം അതിന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളേറെ സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്തിന് അടിസ്ഥാനപരമായി അവർ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ അത് ഈ തൗഹീദാണ്. ഈ തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക എന്ന പരമപ്രധാനമായ വിഷയമാണ്. നാം തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം ഒരാൾ തിരിച്ചറിയാതെ മനസ്സിലാക്കാതെ ഒരാൾ മുന്നോട്ട് പോയാൽ എങ്ങനെയായിരിക്കും കാര്യം? ഒരാളുടെ യാത്രയുടെ ലക്ഷ്യമറിയാതെ അലയുന്ന ഒരുവനെ കുറിച്ച് ആളുകൾ എന്തായിരിക്കും പറയുക? എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യുന്നവൻ, എന്താണ് അവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നറിയാതെ ഒരുവൻ പോകുകയാണെങ്കിൽ അവനെ കുറിച്ച് ആളുകൾ പറയുന്നവൻ വിഡ്ഢിയായിരിക്കുമെന്നാണ്. സഹോദരങ്ങൾ, നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ട്. ആ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ഈ ലോകത്തു നിന്ന് മരണപ്പെട്ടു പോകുക എന്നുള്ളതാണ്. പാരത്രിക ലോകം അത് വളരെ ഭദ്രമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, ഇബാദത്തുകൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല കർപ്പിക്കാൻ വേണ്ടിയല്ലാതെ നാം മനുഷ്യരെയോ ജിന്നുകളെയോ പടച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. നമ്മുടെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് പറയാതെ, അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താതെ നമുക്ക് മറ്റെന്തു പ്രശ്നങ്ങളും നന്നായിട്ട് എന്താണ് കാര്യം? ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനല്ലാതെ മറ്റൊന്നിനും അല്ലാഹു പടച്ചിട്ടില്ല എന്നാണ് മഹാനായ മുഫസ്സിർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനാണ് അവിടുന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച വ്യക്തിയാണ്. ഖുർആനിന്റെ ഓരോ ആയത്തുകളുടെയും അർത്ഥം അദ്ദേഹത്തിന് അല്ലാഹുവേ നീ പറഞ്ഞു കൊടുക്കണമേ, മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുക്കണമേ എന്നുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയാൻ, കുല്ലു മാ വറദ ഫിൽ ഖുർആനി മിനൽ ഇബാദ ഫമഅനാഹു അത്തൗഹീദ്. ഖുർആനിൽ എവിടെയെല്ലാം ഇബാദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ എല്ലാം അർത്ഥം തൗഹീദ് എന്നുള്ളതാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും ജിന്നുകളെയും പടച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇല്ലാ ലിയുവഹിദൂൻ എന്നാണ്. തൗഹീദിന് വേണ്ടിയിട്ടാണ് മനുഷ്യരെ പടച്ചത് എന്നാണ്. തൗഹീദിന് വേണ്ടിയിട്ടാണ് ലോകത്തുള്ള മുഴുവനെയും പടച്ചത് എന്നാൽ പിന്നെ ആ വിഷയം എങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ സാധിക്കും? സഹോദരങ്ങൾ, ആദ്യം ചർച്ച ചെയ്യേണ്ട വിഷയം അതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകമുണ്ടാക്കിയത് മുതൽ അല്ലാഹു നബിമാരെയും മുർസലീങ്ങളെയും അയക്കുന്നുണ്ട്. 1,00,000-ൽ പരം അമ്പിയ മുർസലീങ്ങളെ ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചിട്ടുണ്ട്. ആ പറഞ്ഞയച്ച അമ്പിയാക്കളോടെല്ലാം തന്നെ, മുർസലീങ്ങളോടെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യം എന്താ? ഖുർആനിലൂടെ അല്ലാഹു തആല അത് പറയുന്നുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്കും സമുദായങ്ങളിലേക്കും അള്ളാഹുവിന്റെ ദൂതന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അനി അഅ്ബുദുല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം.
അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വതിനെയും നിങ്ങൾ വെടിയണം എന്ന ആശയം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സഹോദരങ്ങളെ തൗഹീദ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു പ്രവാചകന് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം ദഅവത്ത് നടത്തുക എന്നുള്ളത്, ഈ വിഷയം ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളത് അള്ളാഹു ഒഴിവാക്കി കൊടുത്തിട്ടില്ല. എല്ലാവരോടും അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ, ഓ നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെ താൻ അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അവൻ ഇപ്രകാരം വഹി നൽകിയിട്ടല്ലാതെ. എന്താണ് എല്ലാ നബിമാർക്കും അള്ളാഹു തആല നൽകിയ വഹി? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹായിട്ട് ആരാധനക്ക് അർഹനായിട്ട് മറ്റാരുമില്ല, ഫഅബ്ദൂൻ, ആകയാൽ നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്ന തൗഹീദിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. തൗഹീദിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നുള്ളത്, ചിന്തിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അത്രമേൽ പ്രാധാന്യമുള്ള കാര്യമാണ്. നാം എന്തൊക്കെ കാര്യത്തിന് നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാറ്റി പഠിക്കാനും മാറ്റിവെക്കാനൊക്കെ പലരും പരിശ്രമിക്കാറുണ്ട്. നമ്മുടെ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വഴങ്ങാത്തതായ ഭാഷകൾ നമ്മൾ പഠിക്കാറുണ്ട്, നമുക്കറിയാത്തതായ പല പരിജ്ഞാനങ്ങളും നമ്മൾ നേടാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മുടെ ജീവിത ലക്ഷ്യമായ ഈ തൗഹീദിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അതിനെക്കുറിച്ച് പഠിക്കാൻ, എന്താണ് തൗഹീദ്, എന്റെ ജീവിത ലക്ഷ്യമായി തൗഹീദ് എന്താ, പ്രവാചകന്മാർ അഖിലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടിട്ടുള്ള ഈ അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്ന ഈ തൗഹീദ് എന്താണ് എന്ന് പഠിക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? എന്നാൽ നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ദഅവത്തിന്റെ, അവിടുന്ന് പ്രവാചകനായതിന്റെ ആദ്യ നാൾ മുതൽ അവിടുത്തെ റൂഹ് തൊണ്ടക്കുയിലൂടെ പുറത്തേക്ക് പോകുന്ന അവസാന നാൾ വരെയും അവിടുന്ന് ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നത്, പറഞ്ഞുകൊണ്ടേയിരുന്നത് ഈ തൗഹീദിനെ കുറിച്ചാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് വിളംബരം ചെയ്യുമായിരുന്നു എന്നാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിങ്ങൾ വിജയിക്കും. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് നിങ്ങൾ പറയുകയും ആ രീതിയിൽ നിങ്ങളുടെ വിശ്വാസത്തെ ക്രമീകരിക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയിക്കുമെന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന സമയത്ത് മക്കയിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ അവസ്ഥ എന്താ? അവരെല്ലാ രൂപത്തിലുള്ള തോന്നിവാസങ്ങളിലും മുഴുകിയിരുന്ന ആളുകളാണ്. അങ്ങേയറ്റത്ത മദ്യലഹരിയിലും അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള പ്രശ്നങ്ങളിലും അവരുണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. കാരണം ഒരാളുടെ വിശ്വാസം നന്നാക്കാതെ എങ്ങനെയാണ് സഹോദരങ്ങളെ കർമ്മങ്ങൾ നന്നാവുക? ഒരു വൃക്ഷത്തിന്റെ വേരിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെയാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന് പ്രാധാന്യമുള്ളത്. ആ വേരിന് വേണ്ട ബലമില്ലെങ്കിൽ ആ വൃക്ഷം അത് അധികാലം നിലനിൽക്കുകയില്ല, കൊടുന്നങ്ങനെ നിലംപൊത്തുന്നതായിരിക്കും. ഒരു കെട്ടിടത്തിന് എത്രമാത്രം അതിന്റെ തറക്ക്, എത്രമാത്രം അതിന്റെ ഫൗണ്ടേഷന് പ്രാധാന്യമുണ്ടോ അതുപോലെയാണ് സഹോദരങ്ങളെ വിശ്വാസ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആ വിഷയത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, അവിടുന്ന് അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സമയത്തും സ്വഹാബികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണ്? തൗഹീദിനെ കുറിച്ചാണ്. അതിന് ഭിന്നമായി പ്രവർത്തിച്ച മുൻകഴിഞ്ഞ സമുദായത്തെ കുറിച്ചാണ് താക്കീത് ചെയ്യുന്നത്. അവിടുന്ന് പറഞ്ഞു ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദ നസ്രാണികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടായി. എന്താണ് കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ, നബിമാർ മരിച്ച ആ മറമാടിയിട്ടുള്ള സ്ഥലങ്ങളെ എന്ത് ചെയ്യുകയാണ്? ആരാധന കേന്ദ്രങ്ങളായി സ്വീകരിച്ചിരിക്കുക. ഇത് അവർക്ക് ശാപങ്ങൾ കിട്ടാൻ കാരണമായി എന്ന. അഥവാ ഒരിക്കലും ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഖബറിടങ്ങളെ ആരാധിക്കുന്നവരല്ല, ഖബറിൽ പോയി അവരോട് പ്രാർത്ഥിക്കുന്നവരല്ല, മരിച്ചുപോയ മഹാന്മാരോട് സഹായവേട്ടം ചെയ്യുന്ന ആളുകളല്ല, മറിച്ച് പ്രാർത്ഥനകളും സഹായവേട്ടങ്ങളും അള്ളാഹുവിനോട് മാത്രം അർപ്പിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ തൗഹീദ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മോട് ഓരോരുത്തരോടും, ഖുർആൻ ഓതുന്ന ആളുകളാണ് നമ്മൾ, ആ ഖുർആനിൽ നാം ഓതുന്ന സമയത്ത് അതിന്റെ അർത്ഥവും ആശയം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഫഅലം, ഓ മുഅ്മിനെ വിശ്വാസി, നീ പഠിക്കണം, മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നുള്ള സത്യം നീ പഠിച്ചു മനസ്സിലാക്കണം. നീ വെറുതെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നീ നാവ് കൊണ്ട് പറയാനല്ല പറഞ്ഞത്, നീ പഠിക്കാനാണ് പറഞ്ഞത്. മനസ്സിലാക്കാതെ ഒരാൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക? അതിനെക്കുറിച്ച് പഠിക്കണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് എന്നിൽ ഉണ്ടാകേണ്ട മാറ്റം? എന്താ? നേരത്തെ ഉള്ള വിശ്വാസത്തിൽ നിന്നും ഞാൻ എന്താണ് പുതുതായി വിശ്വസിക്കേണ്ടത്?
നേരത്തെ എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഞാൻ ഒഴിവാക്കേണ്ടത്, ഇത് വളരെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും സഹോദരങ്ങളെ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ നാടുകളിലേക്ക് അള്ളാഹുവിന്റെ ഈ ദീൻ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹാബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. സമീപ പ്രദേശമായ യമനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുകയാണ്. അദ്ദേഹത്തോട് പറയുന്നത്, ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈ, നീ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് ഇലാ യുവഹിദുല്ലാഹ്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിലേക്കാണ്, തൗഹീദിലേക്കാണ് നീ ക്ഷണിക്കേണ്ടത് എന്നാണ് സഹോദരങ്ങളെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ ഇത്രയും പറഞ്ഞത് തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിത ലക്ഷ്യമാണത്. അമ്പിയാക്കൾ മുഴുവൻ അവരുടെ സമുദായത്തോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധന ദൗത്യം ആരംഭിച്ചതു മുതൽ ഈ ലോകത്ത് വിട പറയുന്നത് വരെയും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അവിടുന്ന് ഈ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി, പ്രചാരണത്തിന് വേണ്ടി വ്യത്യസ്ത നാടുകളിലേക്ക് ആളുകളെ പറഞ്ഞയച്ചപ്പോൾ അവരോട് പ്രഥമ പ്രാധാന്യമായി ആദ്യം പറഞ്ഞ വിഷയവും ഈ തൗഹീദാണെന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ. ഈ തൗഹീദ് നാം പഠിക്കേണ്ടതുണ്ട്. ആ തൗഹീദ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഘടകവിരുദ്ധമായ കാര്യമായ ശിർക്ക് എന്ന് പറയുന്ന ആ വൻ പാപത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ബഹുദൈവ ആരാധന എന്ന് പറയുന്ന ശിർക്ക് എന്ന് പറയുന്ന ആ പാപത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എന്താണ് ശിർക്ക് എന്ന് പറയുന്ന വാക്കിനർത്ഥം? അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി നൽകേണ്ട അവന്റെ ഹക്ക്, അവന്റെ അവകാശം മറ്റുള്ള ആളുകൾക്ക് നീ നൽകുക എന്നുള്ളതാണ് ശിർക്ക് എന്ന് പറയുന്നത്. നാം നേരത്തെ പറഞ്ഞു, 3 കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ ഏകനാക്കേണ്ടതുണ്ട്. അല്ലാഹുവാണ് ആകാശഭൂമികളെ പടച്ചതെന്നും അതിനെ നിയന്ത്രിക്കുന്നതെന്നും പരിപാലിക്കുന്നതെന്നും നീ വിശ്വസിക്കേണ്ടതുണ്ട്. അത് നീ മറ്റൊരാൾക്ക് വകവെച്ചു കൊടുത്താൽ, അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിൽ പങ്കില്ല, എല്ലാം വെറുതെയാണ് നീ ഉണ്ടാക്കിയതെന്ന് വിശ്വസിച്ചാൽ ഈ വിഷയത്തിൽ നിനക്ക് ശിർക്ക് സംഭവിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ നീ വിശ്വാസിയായിട്ടില്ല എന്നുള്ളതാണ്. നീ പറയുകയാണ്, ഇന്ന ആളുകളൊക്കെയാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഇന്ന ആളുകളൊക്കെയാണ് ഈ ലോകത്തെയൊക്കെ പരിപാലിക്കുന്നത്, ഇന്ന ആളുകളൊക്കെയാണ് ഇതിനെല്ലാ നിലക്കും ഇതിൽ വേണ്ട ഗുണദോഷങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ നിനക്ക് ശിർക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നീ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ശിർക്കിന്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നാം പറഞ്ഞു, അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ ആരാധന കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുക എന്നുള്ള കാര്യമുണ്ട്. ഇതിൽ നീ പങ്കു ചേർക്കുകയാണെങ്കിൽ, അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നിന്റെ ആരാധന കർമ്മങ്ങൾ നീ നൽകുകയാണെങ്കിൽ ആ വിഷയത്തിൽ നിനക്ക് ശിർക്ക് സംഭവിച്ചിരിക്കുന്നു. കാരണം ആരാധനക്കർഹനായിട്ടുള്ളൊരുവൻ ആകാശഭൂമികളെ പടച്ച് അതിനെ പരിപാലിച്ച് നിയന്ത്രിക്കുന്ന ഒരുവനല്ലാതെ മറ്റാരുമല്ല. അതല്ലാത്ത ആളുകൾ നീ നൽകുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് ഏറ്റവും വലിയ അക്രമമാണ്. ആ വിഷയത്തിൽ നിനക്ക് സംഭവിക്കുന്ന ശിർക്കതാണ് ആ ആരാധന കർമ്മങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നൽകുക എന്നുള്ളത്. മൂന്നാമതായിട്ടുള്ള കാര്യം സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളെ കുറിച്ച് നാം പറഞ്ഞു. അല്ലാഹുവിനെ പോലെ നാമങ്ങളുള്ള, അല്ലാഹുവിനെ പോലെ വിശേഷണങ്ങളുള്ള മറ്റുള്ള ആളുകളുണ്ട് എന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ നിനക്ക് ശിർക്ക് സംഭവിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസത്തിൽ വൈകല്യം വന്നിരിക്കുന്നു എന്ന കാര്യം നീ മനസ്സിലാക്കുക. ശിർക്കിന്റെ അപകടം എന്ന് പറയുന്നത് അത് നിസ്സാരമായ കാര്യമല്ല. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വാലിഹീങ്ങളിൽപ്പെട്ട അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന നല്ലൊരു മനുഷ്യൻ ലുഖ്മാൻ, ആ ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആ ലുഖ്മാൻ തന്റെ പൊന്നുമകനോട് നൽകുന്ന ഉപദേശം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പൊന്നുമകനെ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അക്രമമാണ്. എന്താണ് ദുൽമ് എന്ന് പറയുന്നത്? ദുൽമ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, എവിടെയാണ് വെക്കേണ്ടത് അതിന്റെ സ്ഥാനത്ത് വെക്കാതെ മറ്റൊരു സ്ഥലത്ത് വെക്കല. ഏറ്റവും വലിയ നന്ദികേടാണത്. ആകാശഭൂമികളെ പടച്ച് മഴ പെയ്യിപ്പിച്ച് ആ മഴയിലൂടെ സസ്യലതാദികളെ മുളപ്പിച്ച് നിനക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം ഒരുവൻ നൽകിയിട്ട് അവനോട് നിന്റെ ആരാധന കർമ്മങ്ങൾ നടത്താതെ, അവനോട് നീ നന്ദി കാണിക്കാതെ, നിന്നെ പോലെയുള്ള മനുഷ്യരോട് നീ നന്ദി കാണിക്കുകയാണെങ്കിൽ, നിന്നെ പോലെയുള്ള മനുഷ്യന്റെ മുന്നിൽ നീ കൈകൂപ്പി നിൽക്കുകയാണെങ്കിൽ, നീ തന്നെ കൊത്തിയുണ്ടാക്കിയ വസ്തുക്കളുടെ മുന്നിൽ നീ നിൽക്കുകയാണെങ്കിൽ നീ ഏറ്റവും വലിയ അക്രമിയാണെന്നുള്ളതാണ്. നീ ആകാശഭൂമികളെ പടച്ചവന് അവനിലേക്ക് നീ തിരിയേണ്ടതുണ്ട് എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം, ഒരുപാട് അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്നുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വ ഇലൽ ലദീന മിൻ ഖബ്ലിക്, ഓ നബിയെ, നിനക്ക് വഹിയായി ദിവ്യബോധനമായി ഞാൻ നൽകിയിട്ടുള്ള കാര്യം,
അതേപോലെ നിനക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും ദിവ്യബോധനമായി നൽകിയിട്ടുള്ള കാര്യം എന്താ? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ എങ്ങാനും നിന്റെ കർമ്മങ്ങളിൽ ശിർക്ക് ചെയ്താൽ, നിന്റെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിച്ചാൽ, ലയഹ്ബതന്ന അമലുക, നിന്റെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടകാരികളിൽ ഉൾപ്പെട്ടു പോകുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്ക് എന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ ജീവിതകാലത്ത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ജീവിക്കുകയാണ്. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അവൻ അല്ലാഹു അല്ലാത്ത ഒരാളെ വിളിക്കുകയാണ്, ഏതെങ്കിലും ഒക്കെ ഒരു സൃഷ്ടിയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവൻ ഈ ചെയ്തു കൂട്ടിയ മുഴുവൻ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങേയറ്റ നഷ്ടം സംഭവിച്ച ഒരുവനായി തീരുമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നുള്ളത്, ശിർക്ക് എന്നുള്ളത് വലിയ പാതകമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കാത്തതായി ആരുമില്ല. കാരണം ഈ ദുനിയാവ് എന്ന് പറയുന്നത്, ഈ ഭൂമി ലോകം എന്ന് പറയുന്നത്, ഇവിടെ എന്നെന്നും സന്തോഷങ്ങളില്ല. എത്ര തന്നെ സന്തോഷങ്ങൾ ഒരാൾക്ക് ലഭിച്ചാലും അത് തീരാനുള്ളതാണ്. എത്ര തന്നെ ആസ്വാദനങ്ങളുള്ള വ്യക്തിയും, എത്ര തന്നെ കോടിപതിയായി ജീവിച്ച വ്യക്തിയും, അവനൊരു അന്ത്യമുണ്ട്. ഈ ആസ്വാദനങ്ങൾ എന്നേക്കുമില്ല. എന്നേക്കുമുള്ള ആസ്വാദനം എവിടെയില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോകുകയാണ്. എന്നാൽ ചിലരാകട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കാണ്. ഈ പറയുന്ന ആളുകൾക്കെല്ലാം ഈ രൂപത്തിൽ തന്നെ ജീവിച്ചു മരിച്ചു പോകുമെന്നാണോ? ഒരിക്കലുമല്ല. ഇവർക്കെല്ലാം തന്നെ അള്ളാഹുലേക്ക് കൃത്യമായി മടങ്ങി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന സ്വർഗമുണ്ട് എന്നുള്ളതാണ്. ആ സ്വർഗീയ ലോകത്ത് കാലാകാലവും ജീവിക്കാവുന്നതാണ്. പക്ഷേ ആ സ്വർഗ പ്രവേശനം അവന് നിഷിദ്ധമാകുന്നത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുമ്പോഴാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു മയുശ്രിക് ബില്ലാഹ്, തീർച്ചയായും ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നഹ്, അവനിതാ സ്വർഗം നിഷിദ്ധമാക്കുകയാണ്. വമഅവാഹു നാർ, നരകമാണ് അവന്റെ സങ്കേതമുണ്ടായിരിക്കുക. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, ശിർക്ക് എന്ന കൊടിയ അക്രമം ചെയ്യുന്ന ഈ അക്രമികൾക്ക് അവിടെ ഒരു സഹായിയും കണ്ടെത്താൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്നും കാലാകാലം നരകത്തിൽ വസിക്കുക എന്നുള്ള കാര്യത്തിൽ നിന്നും ഒരാൾക്കും രക്ഷപ്പെടുത്താൻ ഒരു സഹായിയും അവിടെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നമുക്ക് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുക എന്നുള്ളത്. സ്വർഗം എന്ന് പറയുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, മനുഷ്യ മനസ്സുകൾക്ക് ചിന്തിച്ചുകൊണ്ട് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തതായ മഹത്തരമായ സുഖാനുഭൂതികളുടെ ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. ചില മുൻകാലുകൾ പറഞ്ഞു, സ്വർഗത്തിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടെയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് എന്നുള്ളതാണ്. ആ നബിയോടൊപ്പം സ്വർഗത്തിൽ കഴിയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ശിർക്കില്ലാതെ മരണപ്പെടണം എന്നുള്ളതാണ്. കാരണം ശിർക്ക് സംഭവിച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുകയില്ല, സ്വർഗം നിഷിദ്ധമാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു വന്നു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൽ ജന്ന, മരിക്കുമ്പോൾ ശിർക്കില്ലാതെ ഒരാൾ മരണപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പറയുകയാണ്. അതുകൊണ്ട് ശിർക്ക് എന്ന ഈ കൊടും പാപം, ശിർക്ക് എന്ന ഈ വൻ പാപം, അത് നമ്മളിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അല്ലെ, ശിർക്കിനെ കുറിച്ച് ചിന്തിക്കാതെ പഠിക്കാതെ അങ്ങനെ നാം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ തൗഹീദിനെ കുറിച്ചോ ദീനിനെ കുറിച്ചോ വേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രബോധിത സമുദായത്തോട് ഈ ദീനിലേക്ക് പ്രബോധനം ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായി നാം അറിയുന്നതാണ്. അങ്ങനെയുള്ള ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദീർഘകാല ശേഷം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, റബ്ബി വജ്നുബനി വബനി അൻ അഅ്ബുദൽ അസ്നാം, എന്റെ റബ്ബേ, എന്നെയും എന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരെയും ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും എന്നെ കാത്തു രക്ഷിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ശിർക്ക് എന്ന് പറയുന്ന, ബഹുദൈവാരാധന എന്ന് പറയുന്ന ഈ കൊടും പാപത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഏകനായ ആകാശഭൂമികളെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യാൻ നാം വളരെ ഗൗരവത്തിൽ പേടിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്.
ഈ ഷിർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഇനം ഷിർക്കുകളുണ്ട്, ഒരുപാട് ഇനം ഷിർക്കുകളുണ്ട്. ആ ഷിർക്കുകളിൽ ഏറ്റവും ഗൗരവമുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന വലിയ ഷിർക്ക് എന്നറിയപ്പെടുന്ന ഷിർക്കുൻ അക്ബർ എന്നറിയപ്പെടുന്ന കാര്യമാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ടതായ ഇബാദത്തുകൾ, അല്ലാഹുവിന് നൽകേണ്ട ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്ത ഒരാൾ നൽകിയാൽ അത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന കാര്യമാണ്. നോക്കൂ സഹോദരങ്ങളെ, ഉദാഹരണങ്ങൾ ചിലത് പറയാം. അല്ലാഹു തആലക്ക് മാത്രം നൽകേണ്ട കാര്യമാണ്, അല്ലാഹുവിന് നൽകിയാൽ ഇബാദത്താകുന്ന കാര്യമാണ് ദുആ എന്ന് പറയുന്ന കാര്യം, പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം. ആരാണ് പറഞ്ഞത് അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ളത്? അല്ലെങ്കിൽ ദുആ എന്ന് പറയുന്നത് അതൊരു ഇബാദത്താണെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും മസ്ജിദുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതുകൊണ്ട് തന്നെ അല്ലാഹുവോടൊപ്പം നിങ്ങൾ ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല, വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരിക. നോക്കൂ സഹോദരങ്ങളെ, ഓരോ നിസ്കാരത്തിലും നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ടല്ലോ, ഖരാറായി നമ്മൾ ഏറ്റു പറയുന്നുണ്ടല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, സഹായം തേടുന്നത് നിന്നോടാണെന്ന് നാം ഓരോരുത്തരും പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹുവിനോട് മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിനോട് മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നാണ്. ആരാണ് അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. എല്ലാ ആരാധന കർമ്മങ്ങളിലും പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥന ഇല്ലാത്തതായ ഒരു ആരാധന കർമ്മവുമില്ല. അഥവാ ഇയ്യാക നഅ്ബുദു എന്ന് നമ്മൾ ഫാത്തിഹയിൽ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇയ്യാക നദ്ഉ എന്നാണ്. അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യുള്ളൂ, ദുആ മറ്റൊരാൾക്കും നമ്മൾ നൽകുകയില്ല, ഒരാളോടും നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അല്ലാഹു തആല പറഞ്ഞല്ലോ, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു, അല്ലാഹുവിനോടൊപ്പം മറ്റൊരാളെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവനതിന് യാതൊരു തെളിവുമില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, അങ്ങനെ വല്ല കള്ള തെളിവുകളുമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അല്ലാഹു അവനെ തക്കമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു. അവന്റെ വിചാരണ അല്ലാഹുവിന്റെ അടുക്കല. കാരണം അവന് ബുർഹാനില്ല, യാതൊരു തെളിവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ആ ദീനിൽ നിന്നും പുറത്തു പോകാനുള്ള കാരണം എന്താ? അള്ളാഹുവിന് നൽകേണ്ടതായ ഇബാദത്തായ പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നീ നൽകുമ്പോൾ ദീനുൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും നീ പുറത്തു പോകുകയാണ്. നിന്റെ പേര് മുഹമ്മദ് എന്നോ, നിന്റെ പേര് അബ്ദുള്ള എന്നോ, നിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നോ ഏറ്റവും മനോഹരമായ പേരുകൾ നീ സ്വീകരിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. അള്ളാഹു അല്ലാത്ത ആളുകളോട് നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്ത ആളുകൾ എന്റെ പ്രാർത്ഥന കേൾക്കുകയും എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ദീനുൽ ഇസ്ലാമിൽ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല. നാം നേരത്തെ കേട്ട നിന്റെ സകല അമലുകളെയും ബാത്തിലാക്കി കളയുന്ന കൊടിയ ശിർക്കാണ് നീ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ സഹോദരങ്ങളെ, അദൃശ്യമായ പേടി എന്ന് പറയുന്നത്, ഖൗഫ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ള ആരാധന കർമ്മമാണ്. അള്ളാഹുവിനല്ലാതെ ആ അദൃശ്യമായ നിലയിൽ നീ ഒരാളെയും പേടിക്കാൻ പാടില്ല. അദൃശ്യമായ നിലയിലുള്ള പേടി അത് അള്ളാഹുവിനെ പാടുള്ളൂ. ദൃശ്യമായ രീതിയിൽ കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ള പേടികൾ നിനക്ക് മറ്റു പല സൃഷ്ടികളെയും ആവാം. ഒരു പാമ്പിനെ കാണുന്ന സമയത്ത് നിനക്കതിനെ പേടിക്കാവുന്നതാണ്. കാരണം അതിന്റെ പ്രത്യാഘാതം നിനക്കറിയാം. അത് കൊത്തിക്കഴിഞ്ഞാൽ, അതിന്റെ വിഷമേറ്റ് കഴിഞ്ഞാൽ നീ ഒരുപക്ഷെ മരണപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ വലിയ പരിക്ക് പറ്റുന്നതായിരിക്കും, അതിന് നീ പേടിക്കും. സ്വാഭാവികമായ പേടിയാണത്. ഒരു സിംഹത്തെ ആളുകൾ പേടിക്കും, ഒരു കാട്ടാനയെ ആളുകൾ പേടിക്കും, കാട്ടിലുള്ള മൃഗങ്ങളെ, വന്യമൃഗങ്ങളെ ആളുകൾ പേടിക്കും. അതൊന്നും സഹോദരങ്ങളെ ആക്ഷേപിക്കപ്പെട്ട പേടിയല്ല. അതെല്ലാം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതിന്റെ ഉള്ളിലുള്ള പേടികളാണ്. അതൊന്നും ഒരാൾക്ക് പേടിയല്ല. ഒരു കൊലാളി ആളുകൾ പേടിക്കും, ഒരു മോഷ്ടാവിനെ ആളുകൾ പേടിക്കും. ആ പേടികളെല്ലാം അതെല്ലാം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ പേടിയാണ്. എന്നാൽ ഒരാൾ പേടിക്കുകയാണ് കാര്യകാരണ ബന്ധത്തിന് അതീതമായി എനിക്ക് ഉപദ്രവങ്ങൾ ചെയ്യാൻ മറ്റൊരാൾക്ക് സാധിക്കും, ഒരു ഔലിയക്ക് സാധിക്കും, ഒരു പുണ്യപുരുഷന് സാധിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ നിലക്കുള്ള ഒരു കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് എനിക്കൊരു ഉപകാരം ചെയ്യാൻ സാധിക്കും, ഒരു ഉപദ്രവം ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ ദീനുൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കൊടിയ ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ആരെയും ഭയപ്പെടരുത്, വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നെ മാത്രമേ നിങ്ങൾ ഭയപ്പെടാവൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.
അപ്പോൾ ശിർക്ക് എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്ത ആളുകളെ അദൃശ്യമായ രീതിയിൽ നീ ഭയപ്പെടുന്നത് അതിൽ പെടുന്നുണ്ട്. അതുപോലെ നീ വരവേൽപ്പിക്കേണ്ടത് ആരെയാണ്? നിന്റെ കാര്യങ്ങളെല്ലാം ഒരുവൻ നോക്കാൻ ഒരുവനെ നീ ഏൽപ്പിക്കുന്നത് ആരെയാണ്? നീ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നിന്റെ സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, ഇതിനെല്ലാം നീ ഭരമേൽപ്പിക്കുന്നത്, ഇതിനെല്ലാം കാത്തുകൊള്ളണം എന്ന് നീ ആഗ്രഹിക്കുന്നത് ആരെയാണ്? സഹോദരങ്ങളെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാടുള്ളൂ. അല്ലാഹു പറയുന്നു, വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക. എത്രയോ ആളുകൾ അല്ലാഹു അല്ലാത്ത ആളുകളെ ഭരമേൽപ്പിക്കുക. അവരെന്റെ കാര്യങ്ങൾ നോക്കിക്കോളും, ഈ വീട്ടിന്റെ അനുഗ്രഹം ഇന്ന കാര്യം കെട്ടിത്തൂക്കിയാൽ അവർ നോക്കിക്കോളും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന വളരെ ഗൗരവമുള്ള കാര്യമാണതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, സഹായതേട്ടം എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അത് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നീ അർപ്പിച്ചാൽ ആ സഹായതേട്ടം അത് ശിർക്കായി തീരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഓ മനുഷ്യ, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിന്റെ സഹായം തേടൂ. അല്ലാഹുവിന്റെ സഹായമാണ് നീ തേടേണ്ടത്. അതും സഹോദരങ്ങളെ, നാം നേരത്തെ പറഞ്ഞതുപോലെ കേവല ഭൗതികമായ സഹായതേട്ടമല്ല അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ആളുകൾ പരസ്പരം പല കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കാറുണ്ട്. അതല്ല ചോദിക്കുന്നത്, മറിച്ച് കാരണ ബന്ധങ്ങൾക്ക് അതീതമായി നീ ഒരു സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിനോടല്ലാതെ മറ്റൊരാളോടും നിനക്ക് ചോദിക്കാൻ അനുവാദമില്ല. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതാണ് നമ്മൾ പറയുന്നത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു. വഇയ്യാക നസ്തഈൻ, സഹായം തേടുന്നതും നിന്നോടാണെന്ന് സഹോദരങ്ങളെ നമ്മൾ ഓരോ സൂറത്തുൽ ഫാത്തിഹയിലും പറയാം. എന്നിട്ട് നമ്മൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടിയാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു അല്ലാത്ത ആളുകളോട് നമ്മൾ ഭരമേൽപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നാം മുസ്ലിമീങ്ങളാണെന്ന് പറയുകയും എന്നിട്ട് ഈ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കൊടിയ ശിർക്ക് നമ്മിൽ സംഭവിക്കുകയും ചെയ്താൽ എന്താണ് ആ മുസ്ലിം എന്നുള്ള പേരുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഉപകാരം? എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ അത് ചിന്തിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നീട് സഹോദരങ്ങളെ, ഇസ്തിഗാസ എന്ന് പറയുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവനോട് മാത്രം ചോദിക്കേണ്ടതായ കാര്യമാണ്. ഇസ്തിഗാസ എന്ന് പറയുന്നത് എന്താണ്? ഇസ്തിഗാസ എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രയാസമുണ്ടാകുന്ന സമയത്തുള്ള തേട്ടത്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗാസ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ബദറിന്റെ രണാങ്കണത്തിൽ മുസ്ലിമീങ്ങൾ വളരെ കുറവാണ്. മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ വന്ന ആളുകൾ 3 ഇരട്ടിയോളമുണ്ട്. ആ സമയത്ത് അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു, ഇദ് തസ്തഗീസൂന റബ്ബക്കും. പ്രയാസഘട്ടങ്ങളിൽ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു. ഫസ്തജാബ ലക്കും, അല്ലാഹു അതിന് ഉത്തരം നൽകിയെന്ന. ഇസ്തിഗാസ നടത്തേണ്ടത് മുഅ്മിനീങ്ങൾ നടത്തിയിട്ടുള്ളത് സ്വഹാബികളുടെ മാർഗമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോടാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അല്ലെ സഹോദരങ്ങളെ, അങ്ങേയറ്റം പ്രയാസമുണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അവന് മാത്രമേ നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ സാധിക്കുകയുള്ളൂ. ഇത് അല്ലാഹു തആല ഖുർആനിൽ മനുഷ്യരാശിയോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു വയക്ഷിഫുസ് സൂ വയജഅലുകുമുൽ ഖുലഫാ ഇലാഹുൻ മഅല്ലാഹ് ഖലീലുൻ മാ തദക്കറൂൻ. അമ്മൻ യുജീബുൽ മുൽത്തർ, ഒരു മുൽത്തറായ അങ്ങേയറ്റം പ്രയാസമുള്ള ഒരു വ്യക്തി, അവൻ ഇദാ ദആഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്താൽ ആരാണ് ഉത്തരം നൽകുന്നത്? വയക്ഷിഫുസ് സൂ, അവന്റെ പ്രയാസങ്ങളെല്ലാം നീക്കി കൊടുക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇലാഹുൻ മഅല്ലാഹ്, അല്ലാഹു അല്ലാതെ ഏത് ഇലാഹിനാണ് നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന സമയത്ത് വിളിച്ചാൽ വിളിക്കപ്പുറത്ത് ഉത്തരം നൽകാൻ സാധിക്കുക, നിങ്ങളുടെ പ്രയാസത്തെ നീക്കിത്തരാൻ സാധിക്കുക? ഇലാഹുൻ മഅല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം മറ്റേതെങ്കിലും ഇലാഹുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഖലീലുൻ മാ തദക്കറൂൻ, കുറഞ്ഞ ആളുകളെ ഇതൊക്കെ പറയുമ്പോൾ കേട്ട് മനസ്സിലാക്കി പ്രാർത്ഥനകളും സഹായഘട്ടങ്ങളും അല്ലാഹുവിനോട് മാത്രമാക്കുകയുള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. നോക്കൂ സഹോദരങ്ങളെ, ഒരിക്കൽ മദീനയിൽ ഉണ്ടായിരുന്ന ഒരു കപട വിശ്വാസി മുഅ്മിനീങ്ങളെല്ലാം ഉപദ്രവിക്കുക എന്നുള്ളതാണ് അവന്റെ പണി. അവനിങ്ങനെ ആളുകൾ ഉപദ്രവിച്ചപ്പോൾ സഹാബികൾ ചിലർ പറഞ്ഞു, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പ്രയാസത്തിൽ നിന്നും നമുക്ക് സഹായം തരണം. അഥവാ ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള സഹായമായിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവിടുന്ന് പോയി സഹായം ചോദിക്കാൻ, നബിയെ, ഈ ആൾ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, ബുദ്ധിമുട്ടുന്നു, താങ്കളോട് ഇസ്തിഗാസ ചോദിക്കുകയാണെന്ന് നേരിട്ടുള്ള നബിയോട് ചോദിക്കുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നഹു ലാ യുസ്തഗാസു ബി, തീർച്ചയായും എന്നോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല. വ ഇന്നമാ യുസ്തഗാസു ബില്ലാഹി അസ്സ വജൽ,
ഇസ്തിഗാസ ചെയ്യപ്പെടേണ്ടത്, പ്രയാസഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു തആലയോടാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ വളരെ കൃത്യമായി ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ആളുകൾ എവിടെയാണ്? ഇസ്തിഗാസയാണെങ്കിൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് നടത്താമെന്നാണ് പറയുന്നത്. സഹായഘട്ടമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാതെ മനുഷ്യരോട് നടത്താമെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ദുആഇന്റെ അപ്പുറത്താണ് ഇസ്തിഗാസ. ദുആഇനേക്കാൾ പ്രയാസമുള്ള ഘട്ടങ്ങളിലുള്ള പ്രാർത്ഥന ഘട്ടമാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അത് അല്ലാഹുവിനോടല്ലാതെ മറ്റൊരാൾക്കും ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു ചോദിച്ചതുപോലെ അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദഅഹു വയക്ഷിഫു സൂ, പ്രയാസങ്ങൾ നീക്കിത്തരാൻ, മുദ്തറായ പ്രയാസം അനുഭവിക്കുന്ന ഒരുവൻ ദുആ ചെയ്താൽ ഉത്തരം ചെയ്യാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. ഇനി നോക്കൂ സഹോദരങ്ങളെ, അറവ് നടത്തുന്ന വിഷയം. അറവ് എന്ന് പറയുന്നത് അല്ലാഹുവിനുള്ള ഇബാദത്തല്ലേ? അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കണം, നീ നിന്റെ റബ്ബിന് വേണ്ടി അറുക്കണം. അപ്പോൾ അറവ് എന്നുള്ളത് അല്ലാഹുവിനുള്ള ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ജാറങ്ങളിലോ മക്ബറുകളിലോ പോയിട്ട് അവിടെ അറവ് നടത്തുകയാണെങ്കിൽ അത് ആ ജാറങ്ങളിലുള്ള ആ മഹാനവറുകൾക്കുള്ള ഇബാദത്തായി തീരും, അത് കൊടിയ ശിർക്കായി തീരും. അങ്ങനെ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് അവൻ അങ്ങനെ അറവ് നടത്തുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് അവൻ വിധേയനാണ്, ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് അറവ് നടത്തുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നുവെന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞത്, അഥവാ ശിർക്കിന്റെ ഏതാനും ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ദുആ ഇബാദത്താണ്, അല്ലാഹു നൽകിയാൽ തൗഹീദാണ്, അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നൽകിയാൽ ശിർക്കാണ്. തവക്കുൽ അല്ലാഹുവിനുള്ള ഇബാദത്താണ്, അല്ലാഹു അല്ലാത്ത ആളുകളെ വരവേൽപ്പിച്ചാൽ അത് അവർക്കുള്ള ആരാധനയാണ്, നീ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇസ്തിഗാസ പ്രാർത്ഥന അത് അല്ലാഹുവിനുള്ള ഇബാദത്താണ്, അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നൽകിയാൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും സഹോദരങ്ങളെ, അല്ലാഹുവിന് നൽകിയാൽ ഒരു കാര്യം ഇബാദത്താകുമെങ്കിൽ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നൽകിയാൽ അത് അവർക്കുള്ള ഇബാദത്താണ്. അതിന് നീ മറ്റെന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ അവരെ ഇലാഹായി കണക്കാക്കിയിട്ടില്ല എന്ന് ചിലർ പറയുന്നത് കാണാൻ സാധിക്കും. സഹോദര, ഇലാഹായി നീ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅലൂഹ്, ആരാധിക്കപ്പെടുന്നവരെന്നാണ്. ആരാധനയുടെ എന്തെങ്കിലും ഒരു അംശം ഒരാൾക്ക് നീ വകവെച്ച് നൽകിയാൽ അവനെ നീ ആരാധ്യനാക്കി എന്നാണ് അതിന്റെ അർത്ഥം. നീ നാവ് കൊണ്ട് അവൻ ആരാധ്യനാണ് എന്ന് നീ പറയേണ്ടതില്ല, നീ നാവ് കൊണ്ട് ആരാധ്യനാണെന്ന് പ്രഖ്യാപിക്കേണ്ടതില്ല. നിന്റെ ആരാധനകളിൽ എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിന് നൽകേണ്ട ഒരു ആരാധന കർമ്മം ഒരു പടപ്പിന് നൽകിയാൽ അയാളെ നീ ആരാധ്യനാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മുസ്ലിമെ, നീ വളരെ കൃത്യമായി തൗഹീദും ശിർക്കും വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, ആ തൗഹീദും ശിർക്കും എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില അടിസ്ഥാനങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ തൗഹീദിലേക്ക് വരണമെന്ന് പറയുമ്പോൾ, മക്കയിൽ ഒരു മുശ്രിക്കുകൾ ഉണ്ടായിരുന്നല്ലോ, ബഹുദൈവ ആരാധകരുണ്ടായിരുന്നല്ലോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കാതെ അകന്നുപോയ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ മക്കയിൽ ഉണ്ടായിരുന്ന ജനവിഭാഗത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ചരിത്രം മനസ്സിലാക്കുകയാണെങ്കിൽ തൗഹീദിനെ കുറിച്ചും ശിർക്കിനെ കുറിച്ചും നല്ല ഉൾക്കാഴ്ച നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചപ്പോൾ, അല്ലാഹുവിന്റെ യഥാർത്ഥ ദീൻ അവിടെ വിശദീകരിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയും അവിടത്തേക്ക് ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും അവസാനം അവിടുത്തെ ജന്മനാടായ, അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടായ മക്കയിൽ നിന്നും മദീനത്തേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്ത മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അബൂ ലഹബും അബൂ ജഹലും ഉത്ബത്തും ഷൈബത്തും തുടങ്ങിയ ധാരാളക്കണക്കിന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവരൊക്കെ സഹോദരങ്ങളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ശരിക്ക് കേൾക്കണം, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ഏറെക്കുറെ അംഗീകരിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയുകയും ആ അല്ലാഹുവാണ് ആകാശഭൂമികളെ പടച്ചതെന്നും അതിനെല്ലാം കൃത്യമായി പരിപാലിക്കുന്നതെന്നും മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടുണ്ട്. എന്താണ് തെളിവ്? നിങ്ങൾ വെറുതെ പറയുകയാണോ?
അല്ലെ? ചില ആളുകളെങ്കിലും ധരിച്ചു പോയിട്ടുള്ളത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത, അള്ളാഹുവിനെ പാടെ നിഷേധിക്കുന്ന ഏതോ ജനവിഭാഗമെന്നാണ് ചിലരെങ്കിലും ധരിച്ചു പോയിട്ടുള്ളത്. ഖുർആനിൽ നിന്നും വളരെയധികം അകന്നു പോയത് കൊണ്ടാണ് ഇത്തരം വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് അടിസ്ഥാനപരമായ ചരിത്ര വായനകൾ അവർക്കില്ലാതായി പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് മക്കയിലുണ്ടായിരുന്ന ഈ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് വളരെ ഗണ്യതമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല നബിയോട് ചോദിക്കാൻ പറയുന്നത് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ഓ നബിയെ, ആ ആളുകളോട് ആകാശഭൂമികളെ പടച്ചത് ആരാണെന്ന് ചോദിക്കുക. മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാനാണ് പറഞ്ഞത്, സഹാബികളോടല്ല. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് ചോദിക്കാനാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നു ലാ യഖൂലുന്ന അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി നോക്കൂ സഹോദരങ്ങളെ, നബിയോട് ചോദിക്കാൻ പറയുന്നു. ഖുൽ, നബിയെ ചോദിക്കുക, ലിമനിൽ അർദു വമൻ ഫീഹാ, ഭൂമിയും അതിലുള്ള ആളുകളെയുമെല്ലാം ആരുടെ അധീനത്തിലാണ്? ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്കറിയുമെങ്കിൽ പറയുക എന്ന് പറഞ്ഞാൽ സയഖൂലൂന ലില്ലാഹ്, അപ്പോഴും മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകർ പറഞ്ഞത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനതയിലാണെന്നാണ്. ഭൂമിയും അതിലുള്ള മുഴുവൻ ചരാചരങ്ങളും അല്ലാഹുവാണ് അതിനെ അധീനപ്പെടുത്തുന്നത്. അത് റുബൂബിയത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൃഷ്ടിച്ചതും അതിനെ അധീനപ്പെടുത്തുന്നതും അല്ലാഹുവാണെന്നാണ്. തീർന്നില്ല, നബിയോട് ചോദിക്കാൻ പറയുന്നു. ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്, ഏഴാകാശങ്ങളുടെ റബ്ബാരാൻ, വറബ്ബുൽ അർശിൽ അളീം, മഹത്തായ അർശിന്റെ ഉടമയാരാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ പടപ്പ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിനെ പടച്ചത് ആരാണ്? അതിന്റെ അധീനത ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ സയഖൂലൂന ലില്ലാഹ്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പറഞ്ഞത് സയഖൂലൂന ലില്ലാഹ്, അർശക്ക് അല്ലാഹുവിന് മാത്രമാണ്, ആകാശഭൂമികൾ അധിപൻ അല്ലാഹുവാണെന്നാണ്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, തീർന്നില്ല, നബിയെ ചോദിക്കുക, എല്ലാത്തിന്റെയും മലകൂത്ത്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ ആരാണെന്ന് ചോദിക്കുക. വഹുവ യുജീറു വലാ യുജാറു അലൈഹി, അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ എല്ലാവർക്കും സംരക്ഷണം നൽകുന്നവനാണ്. വലാ യുജാറു അലൈഹി, അവനെതിരിൽ മറ്റൊരാളുടെ അടുക്കലും നിനക്ക് സംരക്ഷണം ലഭിക്കുകയില്ല. ഇൻ കുൻതും തഅലമൂൻ, അങ്ങനെയുള്ള ഒരുവൻ ആരാണെന്ന് ചോദിക്കുക നബിയെ. മക്കയിലെ മുശ്രിക്കുകൾ എപ്പോഴും പറഞ്ഞത് ലാത്തയെന്നോ ഉസ്സയെന്നോ മനാത്തയെന്നോ അങ്ങനെ അവർ ആരാധിച്ചു പോകുന്ന ഏതെങ്കിലുമൊക്കെ വിഗ്രഹത്തിന്റെ പേരല്ല. അവർ പറഞ്ഞത് സയഖൂലൂന ലില്ലാഹ്, ആകാശഭൂമികളെ പടച്ചതും അതിന്റെ എല്ലാം നിയന്ത്രണമുള്ളതും എല്ലാ രൂപത്തിലുള്ള അധികാരമുള്ളതും എല്ലാത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടുന്നതുമൊക്കെ അല്ലാഹുവാണ്. ഫഅന്നാ തുസ്ഹറൂൻ, അല്ലാഹു ചോദിക്കാൻ പിന്നെ എങ്ങനെയാണ് ഇവരിങ്ങനെ വ്യതിചലിച്ചു പോകുന്നത് എന്നാണ്. ഇതിൽ നിന്നും സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു വിശ്വാസം മാത്രം വിശ്വസിക്കലല്ല. ആകാശഭൂമികളെ പടച്ചത് അല്ലാഹുവാണെന്ന് വിശ്വസിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യമോ അർത്ഥമോ അല്ല. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണെന്ന് വിശ്വസിച്ചാൽ അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഒരിക്കലും മക്കയിലെ മുശ്രിക്കുകൾക്ക് അതിനെ ധിക്കരിക്കേണ്ട ആവശ്യമില്ല. അവർ പറയണമായിരുന്നു, ഓ നബിയെ, ഞങ്ങളും ആകാശഭൂമികളെ പടച്ചത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് പറയണമായിരുന്നു. പക്ഷെ അവർ ചോദിച്ചത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഞങ്ങൾ ഒരുപാട് ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും അങ്ങനെ അവർ ആരാധ്യന്മാരെ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം മാറ്റിയിട്ട് അല്ല മാത്രം മതി എന്നാണോ നീ പറയുന്നത്? പ്രാർത്ഥനകൾ അല്ലാഹുവിനോട് മാത്രമെന്നാണോ നീ പറയുന്നത്? അത് ശരിയാവുകയില്ല. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് അത്ഭുതകരമായ കാര്യമാണെന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ പ്രതികരിച്ചത്. അഥവാ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട അർത്ഥം സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെ പടച്ചത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കലല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കലല്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ ആകാശഭൂമികളെ പടച്ച റബ്ബിന് മാത്രമേ എന്റെ ഇബാദത്തുകൾ മുഴുവനും ആരാധനകൾ മുഴുവനും അർപ്പിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധിക പേരും വിശ്വസിച്ചിട്ടില്ല ഇല്ലാ വഹും മുശ്രികൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. എങ്ങനെയാണ് അവരുടെ വിശ്വാസത്തിൽ ഈമാനും ശിർക്കും ഒരുമിച്ചത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അവരുടെ വിശ്വാസം അത് ശിർക്ക് കലർന്നതാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നിട്ടുണ്ട്. മിൻ ഈമാനിഹിം അന്നഹും ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാവാത്, അവരുടെ വിശ്വാസം എന്ന് അല്ലാഹു ഇവിടെ പ്രഖ്യാപിച്ചത് പറഞ്ഞത് അവരോട് ആകാശഭൂമികളെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വമൻ ഖലഖൽ ജിബാൽ, ഭൂമിയെ പടച്ചത് ആരാണ്, പർവ്വതങ്ങളെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഖാലു അല്ലാഹ്, അവർ അല്ലാഹു എന്ന് പറയും. വഹും യുശ്രികൂൻ, പക്ഷേ ഇബാദത്തുകളുടെ കാര്യത്തിൽ അവർ പങ്കുചേർക്കുകയാണ്. അഥവാ തൗഹീദുർ റുബൂബിയ്യ ഏറെക്കുറെ അംഗീകരിച്ചു വരികയാണ്, അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥനകളും സഹായഘട്ടങ്ങളും നേർക്കുനേരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേക്കും, എങ്കിൽ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിന് പുറമെ ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ ആരാധ്യ പുരുഷന്മാരായി സ്വീകരിച്ചതെന്ന് ചിന്തിച്ചേക്കും. അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് വിശ്വസിക്കെങ്കിൽ നേരിട്ട് അള്ളാഹിനോട് തന്നെ പ്രാർത്ഥിച്ചാൽ പോരെ, അതാണ് അവരുടെ പ്രശ്നമെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്താൽ പോരെ എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കും. സഹോദരങ്ങളെ, അതിനുള്ള ഉത്തരം നിങ്ങൾക്കൊന്നുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം തൗഹീദും ശിർക്കും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകാൻ സാധ്യതയുള്ള തെളിവിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ചെലുത്തുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ആകാശഭൂമികളെ പടച്ചത് അല്ലാഹു ആണെങ്കിലും ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, മറിച്ച് ശുപാർശകരായി ചിലരെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് എന്നാണ്. ചില ആളുകളെങ്കിലും പറയും, നിങ്ങൾ ചില ആളുകളെ നമ്മുടെ നാട്ടിലെ ചില ആളുകളെയൊക്കെ മക്കാ മുശ്രിക്കുകളാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണോ എന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്ന തെളിവുകളൊന്നും തന്നെ എന്റെ പോക്കറ്റിൽ നിന്നും ഞാൻ പറയുന്നതായിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ കൃത്യമായി നിങ്ങൾക്കതിനെ മറുപടി പറയാവുന്നതാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, മക്കയിലെ മുശ്രിക്കുകൾ എന്തിനു വേണ്ടി ലാത്തയും മനാത്തയും ഉസ്സയും ഒക്കെ എന്തിനു വേണ്ടി ആരാധിച്ചു എന്നുള്ളതിന്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ചില ആളുകളെ അവർ ആരാധിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. മാ ലാ യദുറുഹും വലാ യൻഫഉഹും, അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ആരാധ്യ വസ്തുക്കൾക്കൊന്നും തന്നെ ഉപദ്രവങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എങ്കിലും അവർ ആരാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ എന്തിനു വേണ്ടിയിട്ടാണ്? വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ വാക്കാണിത്. അന്നുണ്ടായിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞ തീരുമാനമല്ലാതെ, അന്നുണ്ടായിരുന്ന സമസ്തയുടെ പുരോഹിതന്മാർ പറഞ്ഞ വാക്കുകളല്ലത്, മക്ക മുശ്രിക്കുകൾ പറഞ്ഞതാണ്. വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ലാത്തയും ഉസ്സയും മനാത്തയും അവരൊന്നും ആകാശഭൂമികളെ പടച്ചിട്ടില്ല, മറിച്ച് അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരാണ്. ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ എന്നാണ് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കാം അല്ലാഹുവിനെ അവർക്ക് അറിയുമായിരുന്നു എന്നാണ്. മറിച്ച് ഇവരെല്ലാം അവർ സ്വീകരിച്ചത്, ആരാധിച്ചത് ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശകരായി അത് നമുക്കുണ്ടാകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് പറഞ്ഞ ആളുകളോട് ഇന്നും ഈ പറയുന്ന പുണ്യപുരുഷന്മാരും മഹാത്മാക്കളും നമുക്ക് ശുപാർശകരായി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയൊക്കെ ചെയ്യുന്ന ആളുകളോട് അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, ഖുൽ അത്തുനബ്ബിഊനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് അറിയിക്കുകയാണോ? ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു തന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ പുതുതായി ഇങ്ങനെ ഒരു ശഫാഅത്തിന്റെ മധ്യമാർഗം സ്വീകരിക്കണം, മധ്യവൃത്തികൾ സ്വീകരിക്കണം എന്ന കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, ഇവർ ഈ ചെയ്യുന്ന ശിർക്കിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അങ്ങേയറ്റം സുബ്ഹാനാണ്, പരിശുദ്ധനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. കാരണം എന്താണ് സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. അല്ലാഹു പറഞ്ഞില്ല വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അല്ലാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല. നേർക്ക് നേരെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹുവിനോട് പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കേൾക്കുമെന്നുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റിപ്പോയി. അവർ ഭൂമിയിലുള്ള ചില ശഫാഅത്തുകൾ പോലെയാണ് കാര്യങ്ങളെന്ന് വിചാരിച്ചിരിക്കുക. അല്ല സഹോദരങ്ങളെ, ഈ പടപ്പനാലുള്ള ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെങ്കിൽ എന്താണ് അവൻ ചെയ്യുക? അവൻ തിരുവനന്തപുരത്ത് നേരെ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയാൽ അവൻ ആരും അവിടെ കടത്തിവിടുകയില്ല. അവൻ ചെയ്യുക, ഇവിടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു MLA കണ്ടുപിടിക്കും, അല്ല വല്ല MP ഉണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കും.
വിളിക്കും. എന്നിട്ട് അവനോട് പറയും, എന്റെ ആവശ്യങ്ങൾ പറയും. കാരണം ഈ MLA ഒന്നുകൂടി നമ്മൾ അറിയാൻ സാധിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവനോട് പറയും. എന്നിട്ട് പറയും, എന്റെ കാര്യങ്ങളൊക്കെ നടത്തിത്തരണം. അങ്ങനെ കാര്യങ്ങൾ നടത്തിത്തരാൻ പറഞ്ഞാൽ ഈ വ്യക്തി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ നിങ്ങളെ പേപ്പർ അവിടെ കൊണ്ടുകൊടുക്കും. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഇന്ന ആവശ്യമുണ്ട്, നിങ്ങളൊന്ന് ഇടപെടണമെന്ന് പറയും. ഇതുപോലെയാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ ശിക്കായത്തുകൾ, അപേക്ഷകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇറക്കി വെക്കേണ്ടത് ഈ ഒരു രീതിയിലാണെന്നാണ് ചില ആളുകൾ വിശ്വസിച്ചു പോയിരിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ സാലക ഇബാദി അന്നി, നബിയെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കേണ്ടത് ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, ദുആ ചെയ്യുന്നവർ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ ഖുർആനിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നിങ്ങൾ എന്നോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല? അങ്ങനെ നേരിട്ട് പ്രാർത്ഥിക്കുന്നത് അദബുകേടാണ്. അതുകൊണ്ട് നിങ്ങൾ അമ്പിയാക്കളോട്, സാലിഹീങ്ങളോട്, ഇവരോട് പോയി പറയണം, അവരല്ലാഹുവിനോട് പറയും എന്ന കടുത്ത ശിർക്ക്, മക്കാ മുശ്രിക്കുകൾ ചെയ്ത ശിർക്ക്. സഹോദരങ്ങളെ, ഇത് ദീനുൽ ഇസ്ലാമിലുള്ള കാര്യമല്ല, ദീനുൽ ഇസ്ലാമിന്റെ ഘടകവിരുദ്ധമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. ആളുകൾ പലരും ധരിച്ചു പോയിരിക്കുന്നത് പാപങ്ങളെ ഒരുപാട് ചെയ്തു പോയാൽ നമുക്ക് നേർക്ക് നേരെ അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ സംഭവിച്ചു പോയ മനുഷ്യരെ അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരിക? റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, പാപങ്ങൾ കൊണ്ട് അതിൽ മുങ്ങിക്കുളിച്ചവനാണെങ്കിലും ശരി, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശയടയാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടണം. റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിതാ, റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചത് അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കാനാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം തേടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായത്തോട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അമ്പിയാക്കൾ അഖിലവും പഠിപ്പിച്ചത്. ഖുർആനിൽ നോക്കൂ സഹോദരങ്ങളെ, ഖുർആൻ ഒന്ന് എടുത്തു നോക്കൂ, ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ മുഴുവനും പ്രാർത്ഥിക്കുന്നത് റബ്ബനാ റബ്ബി, എന്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ എന്ന പ്രാർത്ഥനകളാണ്. എവിടെയെങ്കിലും കഴിഞ്ഞുപോയ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാതൃക പറഞ്ഞു തന്നിട്ടുണ്ടോ? എവിടെ പറഞ്ഞു തരാനാണ് സഹോദരങ്ങളെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇബാദത്തുകൾ, ദുആകൾ, ആരാധന കർമ്മങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി മാത്രമാണെന്നാണ്. ഇന്ന സലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വ ബിദാലിക ഉമിർതു വ അന അവ്വലുൽ മുസ്ലിമീൻ. ഇത് പ്രഖ്യാപിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്റെ നിസ്കാരങ്ങൾ മുഴുവൻ, എന്റെ ആരാധന കർമ്മങ്ങൾ മുഴുവൻ, അറിവുകൾ മുഴുവൻ, അല്ല എന്റെ ജീവിതവും മരണവും മുഴുവനും ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിന് മാത്രമാണ്. ലാ ശരീക ലഹ്, അതിലൊരാൾക്കും ഞാൻ പങ്കുകൊടുക്കുകയില്ല. നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നിർവഹിക്കുന്നുള്ളൂ എന്നതുപോലെ എന്റെ പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം, എന്റെ സഹായതേട്ടം അല്ലാഹുവിനോട് മാത്രം. ഞാൻ പേടിക്കുന്നത്, ഞാൻ പ്രതീക്ഷ വെക്കുന്നത്, ഞാൻ ബലമേൽപ്പിക്കുന്നത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ഇതാണ് സഹോദരങ്ങളെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വഹാബികളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മുടെ വിശ്വാസം. അതാണ് സഹോദരങ്ങളെ. പിന്നെ വേറെയും ഒരു കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള കാരണമായി, മറ്റുള്ള ആളുകളെ സ്വീകരിച്ചതിന്റെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും കാരണം പറഞ്ഞു തന്നിട്ടുണ്ട്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിക്കുന്ന ആളുകൾ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിക്കുന്ന ആളുകൾ അവർ പറയുന്ന കാര്യമായി അല്ലാഹു തആല പറയാൻ, മാ നഅ്ബുദുഹും, നമ്മൾ ആ ഔലിയാക്കളെ ഇബാദത്ത് ചെയ്യുന്നില്ല, നമ്മൾ ആ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ആ ഔലിയാക്കളോട് സഹായം തേടുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ആ ഔലിയാക്കൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നമുക്കൊന്ന് നമ്മെ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ നമുക്ക് നേരെ ചോദിക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ ചോദിക്കാൻ പറ്റൂല. ഔലിയാക്കളോട് ചോദിച്ചാൽ നമുക്കൊന്നുകൂടി അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്താം. കാരണം അവർ അല്ലാഹുവിന്റെ അടുത്തുള്ള ആളുകളാണ്. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ ഉപമയാണ് ഇവരിൽ പലരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ്. എന്നിട്ട് അല്ലാഹു അല്ലാത്ത ആളുകളോട് ശുപാർശ ചോദിക്കുകയാണ്, അല്ലാഹു അല്ലാത്ത ആളുകളോട് ശഫാഅത്ത് ചോദിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇങ്ങനെ അല്ലാഹു അല്ലാത്ത ആളുകളോട് ശുപാർശ ചോദിക്കുന്ന ആളുകൾക്കാണ് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന യഥാർത്ഥത്തിലുള്ള ശുപാർശ ഇല്ലാതായി പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ കൊണ്ട് ഏറെ സൗഭാഗ്യവാന്മാരായി തീരുന്നത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ സഹായം തേടാൻ മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിച്ചവനാണ്. ഖാലിസൻ മിൻ ഖൽബി, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കിട്ടണമോ നിന്റെ ജീവിതം മുഴുവനും അള്ളാഹുവിന് മാത്രം നീ ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിന്റെ ഇബാദത്തിൽ മറ്റൊരാൾക്കും നീ പങ്കു ചേർക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും പ്രാർത്ഥിച്ചാൽ ഉടനെ കിട്ടുന്ന ഉത്തരം നൽകുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവത, എല്ലാ നബിമാരും അത് ഭൂമിയിൽ നിന്ന് തന്നെ അത്തരമൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി യൗമൽ ഖിയാമ, എന്നാൽ അങ്ങേയറ്റം കാരുണ്യവാനായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന മാറ്റിവെച്ചത് ഖിയാമത്ത് നാളിൽ ഉമ്മത്തിനുള്ള ശഫാഅത്തായിട്ടാണ്. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്, ആ ശഫാഅത്ത് ലഭിക്കുന്നത് മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈഅ, ഈ ഉമ്മത്തിൽ ശിർക്കില്ലാതെ മരണപ്പെട്ടു പോകുന്ന ആളുകൾക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, അപ്പോൾ ഈ ആളുകൾ ശിർക്ക് ചെയ്യുകയാണ്, ശഫാഅത്ത് എന്ന പേരിൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയാണ്. ഇവരാണ് ശഫാഅത്തിൽ നിന്നും ആദ്യം തടയപ്പെടുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങളെ കൈപിടിക്കാൻ, ഞാൻ നിങ്ങളെ സ്വർഗ്ഗത്തിലെത്തിക്കാം എന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങേയറ്റം കരളിന്റെ കഷ്ണമായി കണ്ട പ്രിയ പുത്രി ഫാത്തിമയോട് പറഞ്ഞത്, യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, സലീനി മിൻ മാലി മാ ശിഅതി, നീ പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. ലാ ഉഗ്നി അൻകി മിൻ അല്ലാഹി ശൈഅ, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്കൊന്നും നിനക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അഥവാ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം ഓരോരുത്തരും അവർ യഥാരൂപത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ സ്വർഗ്ഗത്തിലേക്ക് എത്താമെന്നുള്ളതാണ്. അതല്ലാതെ തോന്നിയതുപോലെ ജീവിച്ചിട്ട്, താൻ തോന്നിയായി ജീവിച്ചിട്ട്, തോന്നിയ രൂപത്തിൽ ഹറാമുകൾ ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ മാല മൗലൂദുകൾ പാരായണം ചെയ്താൽ ആ മാല മൗലൂദുകൾ അതിലൂടെ ആരാണ് നീ പുകഴ്ത്തുന്നത്, വാഴ്ത്തുന്നത്? ആ ശൈഖിന്റെ, ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട്, ആ മഹാന്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട്, അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ കഴിവ് കൊണ്ട് അയാൾ നിന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമെന്നുള്ള മിഥ്യാധാരണ ദീനുൽ ഇസ്ലാമിന് ഘടകവിരുദ്ധമായ ശിർക്കിന്റെ വിശ്വാസമാണ്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ഒരിക്കലും നിങ്ങൾക്ക് അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അവസാനമായി സഹോദരങ്ങളെ പറയാനുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇന്ന് ശിർക്ക് ചെയ്യുന്ന ഇരു സമസ്ത വിഭാഗങ്ങളോടും ആ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ അഭിമാനം കൊള്ളുന്ന ആളുകളോടുമൊക്കെ വളരെ ഗുണകാംക്ഷയോടുകൂടി നിങ്ങളെ പരിഹസിക്കാനോ നിങ്ങളെ കളിയാക്കാനോ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ല, അതല്ലെങ്കിൽ നിങ്ങൾ ഇന്ന രൂപത്തിൽ മോശപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാനുമല്ല, മറിച്ച് ഗുണകാംക്ഷയോടുകൂടി ശരിയുടെ വഴിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ശിർക്ക് ചെയ്യുന്ന ഇരു സമസ്തകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിയ മക്കയിലുള്ള മുശ്രിക്കുകളെക്കാളും മോശം അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തി പാലായനം ചെയ്യാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി വെച്ച, അങ്ങേയറ്റം ഉപദ്രവിച്ച ആ മക്കയിലുള്ള മുശ്രിക്കുകളെക്കാളും മോശപ്പെട്ട വിശ്വാസമാണ് ഇന്ന് ഇരു സമസ്തകൾക്കും അതിൽ നിന്നും തെറ്റിപ്പോയിട്ടുള്ള പല ആളുകൾക്കും ഉള്ളത് എന്നുള്ളത് നേർക്കുനേരെയുള്ള യാഥാർത്ഥ്യമാണ്. തെളിവെവിടെ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്തുകൾ കൊണ്ട് നിങ്ങളുടെ വിശ്വാസം കൂടി താരതമ്യം ചെയ്ത് അതിന്റെ തെളിവ് പറയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഫൈദാ റകിബു ഫിൽ ഫുൽക്, ആ മക്കയിലെ മുശ്രിക്കുകൾ കച്ചവടത്തിനോ മറ്റോ വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് കടലിലാണ് യാത്ര, കപ്പലിലാണ് യാത്ര. കപ്പലിൽ വൈദാ ഗശിയഹും മൗജും കദ്ദുലൽ, കൂരിരുട്ട് പോലെയുള്ള വലിയ തിരമാലകൾ വന്ന് മരണം മുന്നിൽ കാണുന്ന സമയത്ത് ദഅഉല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ഇഖ്ലാസോടുകൂടി എന്നാണ് അല്ലാഹു തആല പ്രയോഗിച്ചത്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ലാത്തയോട് പ്രാർത്ഥിക്കുന്നില്ല, മനാത്തയോട് പ്രാർത്ഥിക്കുന്നില്ല, ഒരാളോടും പ്രാർത്ഥിക്കുന്നില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ, ഏതൊരു അല്ലാഹുവാണോ ആകാശഭൂമികളെ പടക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചത്, ആ അല്ലാഹു മാത്രമേ ഇപ്പോൾ രക്ഷകനായി ഉണ്ടാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും അങ്ങനെ ആ കടലിൽ നിന്നും രക്ഷപ്പെടാൻ അവരിതാ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കുകയാണ്.
എന്നാൽ നന്ദി കെട്ടവരാണവർ. കരയിലെത്തിയാൽ പിന്നെ ഈ ശിർക്ക് ചെയ്യാൻ. നമ്മുടെ വിഷയം എന്ന് പറയുന്ന സഹോദരങ്ങളെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചു. നിങ്ങൾ ഇന്നത്തെ കാര്യത്തിലേക്ക് വരിക. ഇത് സമസ്തയുടെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സംസാരങ്ങളിലേക്ക് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്കത് യൂട്യൂബിലും മറ്റും കാണാൻ പറ്റുന്ന കാര്യമാണ്. AP സമസ്തയുടെ വലിയ നേതാവായി അറിയപ്പെടുന്ന, തങ്ങളായി അറിയപ്പെടുന്ന ഖലീൽ ബുഖാരി തങ്ങൾ കോഴിക്കോട് മഅദനിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്. ഈ വ്യക്തി സമാനമായ ഒരു കഥ പറയുന്നുണ്ട് എന്നുള്ളത് അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ വ്യക്തി ബദരീങ്ങളുടെ പോരിശ പറയുന്നതിന് വേണ്ടി ഒരിക്കൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് അദ്ദേഹം പറയാൻ, ഞങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഒരു യാത്ര, കപ്പലിൽ യാത്ര പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പലിൽ യാത്രയിൽ പെട്ടെന്നതാ തിരമാല, കരഞ്ഞുകൊണ്ട് പറയാണ് മനുഷ്യൻ, തിരമാല ആടിയൊലിച്ചു കളഞ്ഞു കപ്പലിനെ. ആ സമയത്ത് ഞങ്ങൾ ബദരീങ്ങളെ ബദരീങ്ങളെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് രക്ഷ കിട്ടി എന്നാരാണ് പറയുന്നത്? സമസ്തയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ളയാൾ. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞത്, പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അള്ളാഹുവിനോട് ഇഖ്ലാസോട് കൂടി തേടിയെന്നാണ്. ഈ ആളുകൾ ബദരീങ്ങളോടാണ് തേടിയത്. ബദരീങ്ങളോ പ്രയാസമുണ്ടാകുന്ന സമയത്ത് അവർ തേടിയത് റബ്ബക്കും, നിങ്ങൾ റബ്ബിനോടാണ് ഇസ്തിഗാസ നേടിയത്. ഫസ്തജാബ ലക്കും, റബ്ബാണ് ഉത്തരം നൽകിയത്. ഈ ആളുകൾ പറയുന്നു ബദരീങ്ങളോട് പ്രാർത്ഥിക്കണമെന്നാണ്. മറ്റൊരു ഉദാഹരണം പറയാം. കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അൽ അസ്ഹരി ഈജിപ്തിൽ പോയി പഠിച്ചു വന്ന വ്യക്തിയാണ്. നോളജ് സിറ്റി നോക്കി നടത്തുന്ന വ്യക്തിയാണ്. അയാൾ പറയുന്നുണ്ട്, നോളജ് സിറ്റി എന്ന് പറയുന്ന ആ വലിയ സ്ഥാപനം അവർ ഉണ്ടാക്കുന്ന സമയത്ത് പ്രകൃതി ലോലമായ പ്രദേശമാണ്, ഒരുപാട് തടസ്സങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രകൃതി ലോലമായ സ്ഥലങ്ങളായതായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അവിടെ നടക്കൂല പ്രൊജക്ട് എന്ന് വന്നു. അയാൾ പിന്നീട് ജനങ്ങളോട് പറയാൻ, അതിന്റെ വലിയ ഉദ്ഘാടന സമയത്ത്, ആവേശ സമയത്ത്, അതിന്റെ ആണ്ട് കഴിക്കുന്ന സമയത്ത് പറയാൻ, നോളജ് സിറ്റിയുടെ പ്രവർത്തന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു, ഞങ്ങൾ ബദരീങ്ങളോട് ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു എന്ന് വളരെ കൃത്യമായി പറയാം. അല്ലെ, ചില മുസ്ലിയാക്കന്മാർ ന്യായം പറയാറുണ്ടല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, ഇസ്തിഗാസയാണ്. അല്ല, ഇയാളുടെ വഞ്ചനയിലൊന്നും കളവൊന്നും നടത്തിയിട്ടില്ല. ഇയാൾ വഞ്ചനയിൽ കളവ് നടത്താതെ പറഞ്ഞു, അയാൾ ശിർക്കിൽ ഒരു കളവ് നടത്താതെ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, നാം നേരത്തെ തുടക്കത്തിൽ കേട്ടല്ലോ, ലോകത്തിന്റെ നിയന്ത്രണം ആർക്കാണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവാണ് മലകൂതു കുല്ലി ഷൈ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ അവൻ അല്ലാഹുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ആളുകൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കോഴിക്കോട് മരണപ്പെട്ട, ഭ്രാന്ത് കൊണ്ട് ഒരുപാട് കാലം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന, ഒരു മുഴുഭ്രാന്തനായി മരണപ്പെട്ട CM മടവൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ, അയാളെ കുറിച്ചിട്ട് ഇവർ പറയുന്ന വാക്കുകൾ എത്ര ഗൗരവമുള്ള കാര്യമാണ്. അയാളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആകാശങ്ങളുടെ നിയന്ത്രണം അയാളാണ്, ഭൂമിയുടെ മുഴുവൻ നിയന്ത്രണവും അയാൾക്കാണ്, അയാളെക്കാൾ മുകളിൽ ഒരു നബി പോലുമില്ല എന്നുവരെ ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, എത്ര ഗൗരവമുള്ള കാര്യമാണ് അവർ പറയുന്നത്. അയാൾ അറിയാതെ ഒരല്ല പോലും അനങ്ങുകയില്ല. അയാൾ ഉള്ളത് കൊണ്ടാണ് ആകാശത്ത് ഇങ്ങനെ വിമാനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാതെ സഞ്ചരിക്കുന്നത് എന്നുവരെ പറഞ്ഞു കളഞ്ഞു. അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. മടവൂർ ആരാണെന്ന് ചോദിച്ചാൽ മടവൂരാണ് അല്ലാഹു, മടവൂരാണ് പടച്ചവൻ എന്ന് തന്നെ പറയുന്നിടത്തേക്ക് സഹോദരങ്ങളെ ആളുകൾ എത്തിയിരിക്കുകയാണ്. ഇത് സമസ്തയുടെ ആളുകളല്ലേ? ഈ CM മടവൂർ എന്ന പ്രദേശത്ത് മക്കാമിൽ പോയി സിയാറത്ത് ചെയ്യുന്നത് ആരാണ്? ഈ CM മടവൂരിനെ ഈ കുറിച്ചിട്ടുള്ള തോന്നിവാസങ്ങൾ പറയുന്നത് ആരാണ്? ഇതിനെല്ലാം വളം വെച്ചു കൊടുത്തുകൊണ്ട് ഔലിയാക്കൾക്കും അങ്ങനെയുള്ള സാലിഹ്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? കേവലം നൗഷാദ് ഹസനി എന്ന് പറഞ്ഞ സമസ്തയിൽ നിന്നും പിരിഞ്ഞുപോയ കുരുവട്ടൂരികൾ മാത്രമാണോ? ഒരിക്കലുമല്ല. ഈ കാന്തപുരം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഔലിയാക്കൾക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന്. ഇവരുടെ മാല മൗലൂദുകളിലെല്ലാം തന്നെ സഹോദരങ്ങളെ, ഇവർ ഔലിയാക്കൾക്ക് വകവെച്ചു കൊടുക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമായിട്ടുള്ള അവന്റെ അധികാരത്തിൽ മറ്റുമാണ്. പ്രാർത്ഥനകളിൽ മാത്രമാണ്, ആരാധനയിൽ മാത്രമാണ് മക്ക മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തതെങ്കിൽ റുബൂബിയത്തിന്റെ കാര്യത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എല്ലാത്തിനെയും പടച്ചതെന്നും നിയന്ത്രിക്കുന്നതെന്നും അതിനെല്ലാം കൃത്യമായി പരിപാലിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പോലും ഈ ഔലിയാക്കൾക്കും ഈ ഭ്രാന്തന് പോലും അതിന് അവകാശമുണ്ട്, അതിന് യോഗ്യതയുണ്ട്, അയാളാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസം സഹോദരങ്ങളെ ഈ ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞുപോയ ആളുകളെക്കാളും
മോശം അവസ്ഥയിൽ അവരെത്തിയിരിക്കുകയാണ്. ഒന്നുകൂടി പറയാം, കാലത്തുണ്ടായിരുന്ന മക്കാ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ച ആളുകളെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലാത്ത ഒരു സാലിഹായ മനുഷ്യനാണ്. അതേപോലെ സാലിഹ്യങ്ങളെയാണ് അല്ലെങ്കിൽ നിർജീവ വസ്തുക്കളെയൊക്കെയാണ് അവർ ആരാധിച്ചിരുന്നത്, കല്ലിനെയും വിഗ്രഹങ്ങളെയൊക്കെ. എന്നാൽ ഇന്ന് നോക്കൂ സഹോദരങ്ങളെ, ഏറ്റവും മോശപ്പെട്ട നികൃഷ്ടരായ മനുഷ്യന്മാരെ, തെമ്മാടികളെ വരെ സ്വാലിഹ്യങ്ങളാണ്, ഔലിയാക്കളാണെന്ന് പറഞ്ഞ് ആരാധിക്കുകയാണ്. ഈ പറഞ്ഞ CM മടവൂരിനെ തന്നെ എടുക്കാം. ഇയാൾ നിസ്കരിക്കാത്തൊരു വ്യക്തിയാണ്, ഇയാൾ നോമ്പെടുക്കാറില്ല. നോമ്പെടുക്കുന്നവരെ നോമ്പ് മുറിപ്പിക്കുന്നവനാണ്. നോമ്പെടുക്കുന്നവരെ നോമ്പ് മുറിപ്പിക്കുന്ന, ഔറത്ത് പോലും മറക്കാതെ നടക്കുന്ന, വസ്ത്രം ധരിക്കുന്ന, ആ രൂപത്തിൽ സകല തെമ്മാടിത്തരവും വായെടുത്താൽ ചീത്ത വിളിക്കുന്ന, ഇതൊക്കെ ഇവർ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ളൊരു പ്രാന്തനായ തെമ്മാടിയായ മനുഷ്യനെയാണ് ഇവർ ആ നിലക്ക് ആരാധിക്കുന്നത്. എന്നാൽ ലാത്ത എന്ന് പറയുന്നത് ഹാജിമാർക്ക് മധുര പലഹാരം വിതരണം ചെയ്ത സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇയാൾ സ്വാലിഹാണോ? നിസ്കരിക്കാത്തവന് സ്വാലിഹ് എന്ന് സമസ്തക്ക് അഭിപ്രായമുണ്ടോ? നോമ്പെടുക്കാത്തവൻ സ്വാലിഹ്യങ്ങളിൽ പെടുമോ? നോമ്പെടുക്കാത്തവൻ എങ്ങനെയാണ് സ്വാലിഹാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ കൽപ്പന മുഴുവൻ പാലിക്കുന്ന ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വഹും യത്തഖൂൻ. വിശ്വസിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മുഴുവൻ കാര്യങ്ങളിലും തഖ്വ പാലിക്കുന്ന, അല്ലാഹുവിന്റെ കൽപ്പനകൾ മുഴുവൻ പാലിക്കുന്ന, അല്ലാഹു വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ വിട്ടുനിൽക്കുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ, ഖേദകരമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വളരെ ആത്മാർത്ഥതയോടുകൂടി പറയട്ടെ, ഈ വിശ്വാസങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട്. അവസാനമായി ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ കണ്ടുമുട്ടേണ്ടവരാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ. ഈ തർക്കത്തിനൊടുവിൽ നമ്മളെല്ലാം മരിച്ചു പോകുന്നതാ. മരിക്കാത്തവരായി ആരും ഇവിടെ നിന്നും തർക്കിച്ചുകൊണ്ടും സംവാദം നടത്തിക്കൊണ്ടും ജീവിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് നോക്കൂ. ഫമൻ കാന യർജു ലിഖാ റബ്ബി, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവർ ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. രണ്ട് കാര്യങ്ങൾ അല്ലാഹു തആല പറയാൻ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിങ്ങൾ കൊണ്ടുപോകേണ്ട നിങ്ങളുടെ സങ്കേതം, പാത എന്ന് പറയുന്നത്, നിങ്ങളുടെ മുതൽ എന്ന് പറയുന്ന രണ്ട് കാര്യമാണ്. നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, സ്വാലിഹായ കർമ്മം ചെയ്യണം. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇതിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാൻ. അമലുൻ സാലിഹ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുന്ന കർമ്മങ്ങളാണ്. അതാണ് സാലിഹായ കർമ്മം. പിന്നീട് ആരെങ്കിലും ഒക്കെ കെട്ടിയുണ്ടാക്കിയ മാല, മൗലൂദുകൾ, റാത്തീബുകൾ, ഖുത്ബിയ്യത്തുകൾ, ഇതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവർ ഫൽയഅമൽ അമലൻ സാലിഹൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ വന്നിട്ടുള്ള, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അല്ലാഹുവിനുള്ള ഇബാദത്തിൽ ഒരാൾക്കും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി ആ പരലോകത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തും. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അതീവ ഗുരുതരമായ കഷ്ടമായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ സംസാരം കേട്ട മുഴുവൻ നാട്ടുകാരോടും ഞാൻ പറയുകയാണ്, വിനീതമായ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള ആളുകളായേക്കാം, അതല്ല ഒന്നുമില്ലാതെ സാധാരണഗതിയിൽ നിൽക്കുന്നവരായേക്കാം. സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നിങ്ങളുടെ വിശ്വാസം ഞാൻ ഈ വിശദീകരിച്ചതുപോലെയാണോ? നിങ്ങളുടെ പ്രാർത്ഥനകളും സഹായഘട്ടങ്ങളും അള്ളാഹുവിനോട് മാത്രമാണോ? എങ്കിലിതാ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉറപ്പ്, നിങ്ങൾ ഒരിക്കലും കാലാകാലം നരകത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്. നിങ്ങളുടെ വിശ്വാസം അത് തൗഹീദിൽ അധിഷ്ഠിതമാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്. നിങ്ങൾക്ക് കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരികയില്ല. തിരിച്ചും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, താക്കീത് ചെയ്യട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിൽ ഈ പറയുന്ന രൂപത്തിൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാം, സഹായം തേടാം, രക്ഷ തേടാം, ഇതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല എന്നിവിടെയുള്ള മുസ്ലിയാക്കന്മാരുടെ തട്ടിപ്പുകളിൽ നിങ്ങൾ വഞ്ചിതരായിക്കൊണ്ട് അങ്ങനെ നിങ്ങൾ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹ് നിങ്ങൾക്ക് നാളെ നരകം ശാശ്വതമായിരിക്കും എന്ന് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് മുസ്ലിം ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ ഫലസ്തീനിലെ മുസ്ലിം മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.